സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പി സി ടിയുടെ കോട്ടയം ജില്ലാ ഘടകത്തിന്റെ ഉണർവ് പ്രോഗ്രാമിന്റെ 19ാമത്തെ സെഷനാണിന്ന്. പരീക്ഷയുടെ കാലമായതുകൊണ്ട് പുനർജനി എന്ന് പറയുന്ന പി സി ടിയുടെ ഒരു പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യാൻ തുടങ്ങുന്നത് കൊണ്ടൊക്കെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് കോൺഷ്യസ് പാരൻറ്റിങ്, പ്രത്യേകിച്ച് എക്സാമിനേഷൻ ടൈമിൽ ഈ കോൺഷ്യസ് പാരൻറ്റിങ്ങിൻ്റെ ഇടപെടലുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു വിഷയമാണ് ജോസഫ് ജോൺ സാറിലൂടെ നമ്മൾ കേൾക്കുന്നത്. ജോസഫ് ജോൺ സാർ ഒരു സർട്ടിഫൈഡ് ട്രെയിനറാണ്, ഒരു ലൈഫ് കോച്ചാണ്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. പെരുമ്പാവൂർ സ്വദേശിയാണ്. അപ്പോൾ ഇന്ന് ഈ വിഷയം ജോസഫ് സാറിലൂടെ നമുക്ക് കേൾക്കാം. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പം സ്റ്റേറ്റ് പ്രസിഡന്റ് മനോഹർലാൽ സാറുണ്ട്, ജനറൽ സെക്രട്ടറി ഉഷാ മാമുണ്ട്, അതുപോലെ തന്നെ കോട്ടയത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് ബാബു തോമസ് സാറുണ്ട്, മറ്റ് ജില്ലകളിൽ നിന്ന് എത്തിയിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്, അതുപോലെ കോട്ടയത്തിനെ പ്രതികരിച്ചുകൊണ്ട് ശ്രീകുമാരി മാമുണ്ട്, സോ റോയ് സാറുണ്ട്. സോ നിങ്ങളെല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ജോസഫ് ജോൺ സാറിനെയും. ജോസഫ് സാർ, യു ആർ വെൽക്കം. ഗുഡ് ഈവനിങ്. താങ്ക് യു സാബു സാർ. വളരെ കാലങ്ങൾക്ക് ശേഷം, കാലങ്ങൾ എന്ന് പറയേണ്ട ആഴ്ചകൾ, കാരണം നമ്മൾ മിക്കവാറും ഇവിടെ വന്നിരുന്നത് കൊണ്ട് ഒരു വലിയ ഗ്യാപ്പ് പോലെ ഫീൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാലങ്ങൾക്ക് ശേഷം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ എത്തുകയാണ്. ഇത് തികച്ചും യാദൃശ്ചികമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നിപ്പോൾ സാർ വിളിച്ച ഇന്നത്തെ ഒരു സെഷനെ കുറിച്ച് പറയുകയായിരുന്നു ഉണ്ടായത്. ഏതായാലും എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരിടുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പി സി ടി ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പി സി ടി എ ഭാരവാഹികളും പ്രവർത്തകരും ഒക്കെയുണ്ട്. അതുപോലെ നമ്മുടെ റെഗുലർ ആയിട്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നവരും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഗുരുസ്ഥാനീയരാണ്. എല്ലാവരെയും ഞാൻ സ്നേഹ ആദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങളെ നമുക്കൊക്കെ ഇഷ്ടമാണല്ലേ? കുട്ടികളെ ഇഷ്ടമില്ലാത്തവരെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വെറുക്കുന്നവരെ ഭയപ്പെടണമെന്നാണ് പറയുന്നത്. എല്ലാവരെയും ഇഷ്ടമാണ്. അവരുടെ ആ നിഷ്കളങ്ക ഭാവം. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ പറയേണ്ട കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആസ് എ പേരന്റ് മാതാപിതാക്കൾക്കുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അവരെങ്ങനെയൊക്കെ ആയിരിക്കണം? പറയൂ, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? പഠിച്ച് നല്ല ജോലിയുള്ളവരാകണം, പഠിച്ച് മിടുക്കരാകണം, അവരുടെ ഭാവി സുരക്ഷിതമാവണം, നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം, അല്ലേ? നല്ല സ്വഭാവം വേണം, നല്ല സ്വഭാവമുള്ളവരായിരിക്കണം, നല്ല മൂല്യബോധമുള്ളവരായിട്ട് വളരണം, അല്ലെ? വിദ്യാസമ്പന്നരാണ്, സെൽഫ് റിലയൻ്റ് ആയിരിക്കണം. അങ്ങനെ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ നെയ്യും മാതാപിതാക്കൾ പല ടൈപ്പുണ്ട്, അത് വേറെ കാര്യം, അല്ലേ? ആറ്റുനോറ്റുണ്ടാകുന്ന കുഞ്ഞ്, എങ്ങനെയെങ്കിലും ഉണ്ടാകുന്ന കുഞ്ഞ്, ആക്സിഡൻ്റായിട്ടുണ്ടാകുന്ന കുഞ്ഞ്, ഇങ്ങനെയൊക്കെ പല പേരൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന, ചേർത്ത് നിർത്തുന്ന പേരൻസിനെ കുറിച്ചാണ്. Parents everywhere share a handful of core hopes for their kids. അവരുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു ഹാൻഡ്ഫുൾ ഓഫ് ഹോപ്സ്, പ്രതീക്ഷകൾ നെയ്യുന്നുണ്ട്. എവിടെയായിരുന്നാലും പേരൻസ്, എവിടെയുള്ള പേരൻസ് ആയാലും, as children grow, these aspirations overlap and shift. ആദ്യം തീരെ ശിശുക്കളായിരുന്നപ്പോൾ നമ്മൾ അവരോട് കാണിച്ചിരുന്ന സ്നേഹമാണോ അവർ വളർന്നു വരുമ്പോൾ കാണിക്കുക? അത് വ്യത്യാസം വരുന്നില്ലേ?
അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വ്യത്യാസം വരുന്നുണ്ടോ? ഉണ്ട്. വൈ? അകൽച്ച കൂടും. അകൽച്ച കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ്? അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ അതെ, രീതികളും. അവരുടെ പ്രവർത്തന രീതി അല്ലെങ്കിൽ ഒരു സമീപനം മാറുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് മാറുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നം തീരും. എന്തുകൊണ്ടാണ് മാറുന്നത്? എല്ലാ കുഞ്ഞുങ്ങളും ഇന്നസെന്റ് ആയിട്ട് മാലാഖമാരെ പോലെയാണ് വരുന്നതെന്ന് നമുക്കറിയാം അല്ലേ? അവര് അതിനുശേഷം പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കുമ്പോൾ അവരുടെ ഇന്റലിജൻസ് കൂടും. ഇന്റലിജൻസ് കൂടുമ്പോൾ ഇന്നസെൻസ് വഴിമാറുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത് മാറ്റത്തിന്റെ ഒരു ഭാഗമാണ്, അവരുടെ വളർച്ചയുടെ ഒരു ഭാഗമാണ്, ലേണിങ്ങിന്റെ ഒരു ഭാഗമാണ് അവരുടെ ഈ മാറ്റം എന്ന് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ശിശുക്കളായിരുന്നപ്പോൾ നമ്മൾ എങ്ങനെ അവരെ കരുതി സ്നേഹിച്ചു, ആ ഒരു സ്നേഹത്തിന്റെ തോത് ഓരോ ഘട്ടത്തിലും നമുക്ക് നിലനിർത്താൻ സാധിക്കും. എന്താണ് മാറുക? സ്നേഹമല്ല മാറുക, പിന്നെ അവരോടുള്ള പെരുമാറ്റമാണ് മാറുക, രീതിയാണ് മാറുക ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അവരോടുള്ള കരുതലും സ്നേഹവും ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം, ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആസ്പിറേഷൻസ് ഉണ്ടെങ്കിലും, അഭിലാഷങ്ങൾ ഒത്തിരി നെയ്യുന്നുണ്ടെങ്കിലും ഇതെല്ലാം സഫലമാകാറുണ്ടോ? ഉണ്ടോ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കുന്നില്ല, ആവണമെന്നില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. അവർ വളരും തോറും അത് ഷിഫ്റ്റ് ചെയ്യും, വേറെ റൂട്ട് എടുത്തുനിന്നിരിക്കും. നമ്മുടെ ആഗ്രഹമായിരിക്കില്ല യഥാർത്ഥത്തിൽ വന്ന് ഭവിക്കും. നമ്മുടെയൊക്കെ പേരൻസ് ആഗ്രഹിച്ചിരുന്നത് പോലെയാണോ നമ്മൾ വളർന്നു വന്നത്? അവരുടെ സങ്കല്പങ്ങൾ വേറെയായിരുന്നു. ഫോർ എക്സാമ്പിൾ, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡോക്ടർ ആക്കണമെന്നുള്ളതായിരുന്നു പേരൻസിൻ്റെ ആഗ്രഹം. പക്ഷേ അതിനുള്ള കേപ്പബിലിറ്റി, അതിനുള്ള ടാലൻറ്റ്, അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് അവർ പരിശോധിച്ചില്ല. എൻ്റെ ടാലൻറ്റ് അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ ഭാഷയോടും ഇതുപോലുള്ള സാമൂഹ്യ ശാസ്ത്രങ്ങളോടും സൈക്കോളജി അതുപോലുള്ള കാര്യങ്ങളോടായിരുന്നു. പക്ഷേ അവിടെ പഠനത്തിൽ ഉണ്ടായ വേരിയേഷൻ കൊണ്ട് അവിടെ തെറ്റി. നമുക്കിഷ്ടപ്പെട്ട വിഷയം എടുത്ത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നു, പേരൻസ് ആഗ്രഹിക്കുന്നു, പക്ഷേ ആസ്പിറേഷൻസ് ഒത്തിരി ഉണ്ടെങ്കിലും അത് ദർ വിൽ ബി കോൺട്രഡിക്ഷൻസ്. സാഹചര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. എങ്ങനെയൊക്കെയാണ് ഈ കോൺട്രഡിക്ഷൻ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയാമോ? പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, സാമ്പത്തിക പരിമിതികൾ, പിന്നെ ഹെൽത്ത് ഇഷ്യൂസ്, ലാക്ക് ഓഫ് റിസോഴ്സസ്. ആഗ്രഹിച്ചതുപോലെ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആഗ്രഹിക്കാം അല്ലേ, പക്ഷെ അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കാതെ വരുന്നു. പിന്നെ ടെക്നോളജിയുടെ ഓവർലോഡ്, ദെൻ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ്, പേരൻസിൻ്റെ ഇല്ലിറ്ററസി, ഇങ്ങനെ ഒത്തിരി ഘടകങ്ങൾ ആ തുടക്കത്തിലുള്ള ആസ്പിറേഷൻസ് ഫലവത്താകാതിരിക്കാൻ കാരണമാകുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ നീഡ്? ഒരു പേരന്റ് എന്ന നിലയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആരെങ്കിലും പറഞ്ഞോളൂ, എന്താണ് ചെയ്യേണ്ടത്? ശ്രദ്ധയോടെ അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക അല്ലേ? അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക, അവരുടെ ബേസിക് നീഡ്സ് അറ്റൻഡ് ചെയ്യുക. ലവ്, സ്നേഹം കൊടുക്കുക, അൺകണ്ടീഷണൽ ലവ് കൊടുക്കുക, ഇമോഷണൽ സെക്യൂരിറ്റി കൊടുക്കുക, അവർക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ, പഠിക്കാനുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം കൊടുക്കുക. അതിനോടൊപ്പം തന്നെ അവർ വാല്യൂസ് കീപ്പ് ചെയ്യുന്നുണ്ടോ, അവരുടെ മാനേഴ്സ് കീപ്പ് ചെയ്താണോ അവർ വളർന്നു വരുന്നത് എന്നും നമ്മൾ നോക്കേണ്ടതാണ്. ഇതിനൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ അവെയറായിട്ട്, കോൺഷ്യസ് ആയിട്ട് അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഒരു പേരന്റ് എന്താണെന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ? പേരന്റ് മാതാപിതാക്കളാകാം, അല്ലെങ്കിൽ രക്ഷാകർത്താക്കളാകാം. അഡോപ്റ്റഡ് ചൈൽഡ് ആണെങ്കിൽ രക്ഷകർത്താവാം അല്ലേ? ഒരു കെയർ ഗീവറും ആകാം, മെന്റർ ആകാം. അപ്പോൾ പേരന്റിങ് എന്നുള്ള പ്രോസസ്സ് എന്താണ്? പേരന്റിങ് എന്നുള്ള പ്രോസസ്സ് അവരെ
വളർത്തി നല്ലൊരു സിറ്റിസൺ ആക്കുക, അല്ലേ, ഒരു അഡൽട്ട് ആക്കുക, ജീവിക്കാനുള്ള കഴിവുകൾ നേടി അങ്ങനെയുള്ളൊരു വ്യക്തിയാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പല പേരൻറ്റിങ് സ്റ്റൈൽസും പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുമൊക്കെ ഉള്ളവരാണ് ഇവിടെ ഇരിക്കുക. ഏതൊക്കെയാണ്? അതിലേതെങ്കിലും ഒന്ന് രണ്ടെണ്ണം പറയാമോ? ഒരു ഇന്ററാക്ഷൻ കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് കേട്ടോ. അതോറിറ്റേറിയൻ പാരന്റ്, അതോറിറ്റേറിയൻ പാരന്റിങ്, then അതോറിറ്റേറ്റീവ് പാരന്റ്, അതോറിറ്റേറ്റീവ്, then പെർമിസീവ്, അല്ലേ, അൺഇൻവോൾവ്, അങ്ങനെ ഒത്തിരി സ്റ്റൈൽസ് ഉണ്ട്. പക്ഷെ നമ്മളിവിടെ സംസാരിക്കുന്നത് ഓൾട്ടർനേറ്റീവ്, വൺ ഓഫ് ദി ഓൾട്ടർനേറ്റീവ് അപ്രോച്ചസ് ഓഫ് പാരന്റിങ്. ഓൾട്ടർനേറ്റീവ് അപ്രോച്ചസ് പല പേരിൽ നമ്മുടെ ഇടയിലുണ്ട്. ഞാനിത് നോക്കിയപ്പോൾ വേറൊരു പാരന്റിങ്ങിനെ കുറിച്ച്, ഫോമോ എന്നാണ് തോന്നുന്നത്, ഫോമോ പാരന്റിങ്, അതേക്കുറിച്ച് നമുക്ക് പിന്നീട് പരാമർശിക്കാം. ഓൾട്ടർനേറ്റീവ് അപ്രോച്ചസിൽ പല സ്റ്റൈലുണ്ട്. ജെന്റിൽ പാരന്റിങ്, അറ്റാച്ച്മെന്റ്, പോസിറ്റീവ്, ചൈൽഡ് സെന്റേർഡ്, ഡോൾഫിൻ പാരന്റിങ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. അതിലൊന്നാണ് കോൺഷ്യസ് പാരന്റിങ്. എന്താണ് കോൺഷ്യസ് പാരന്റിങ് എന്ന് നോക്കാം. കോൺഷ്യസ് പാരന്റിങ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സ്റ്റൈൽ ഓഫ് പാരന്റിങ് ആണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. വാട്ട് ഈസ് കോൺഷ്യസ് പാരന്റിങ്? സോറി, ഞാൻ PPT നിർത്തില്ല, ഷെയർ ചെയ്തോട്ടെ. ഷെയർ ആയോ? ആയി സാറേ, ഓക്കെ. ഓക്കെ. കോൺസ്റ്റന്റായി. ആസ്പിറേഷൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. കോൺട്രഡിക്ഷൻസിനെ കുറിച്ച് സംസാരിച്ചു. നീഡ്, ആരാണ് ഒരു പേരന്റ്, എന്താണ് പാരന്റിങ്, ട്രഡീഷണൽ പാരന്റിങ്ങിന് പറഞ്ഞു, ഓൾട്ടർനേറ്റീവ് അപ്രോച്ചസ് ഓഫ് പാരന്റിങ് പറഞ്ഞു. ഓക്കെ, വാട്ട് ഈസ് കോൺഷ്യസ് പാരന്റിങ്? കോൺഷ്യസ് പാരന്റിങ് എന്നുള്ള ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ വരിക? എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരിക? എന്തൊക്കെ ഉണ്ടായിരിക്കും അവിടെ? കോൺഷ്യസ് പാരന്റിങ് നമ്മുടെ പെരുമാറ്റ രീതി, മക്കളോടുള്ള പെരുമാറ്റ രീതി വളരെ വിജിലന്റ് ആൻഡ് കോൺഷ്യസ് ആയിരിക്കണം, വിത്ത് അൺകണ്ടീഷണൽ ലവ്. വെരി ഗുഡ്, വെരി ഗുഡ്. അത് എക്സാക്ട്ലി അതാണ് പേരന്റിങ് സ്റ്റൈൽ ദാറ്റ് എംഫസൈസസ് മൈൻഡ്ഫുൾനെസ്, മൈൻഡ്ഫുൾ പാരന്റിങ്. അതാണ് സാർ പറഞ്ഞത്. കോൺഷ്യസ് ആയിട്ട്, അല്ലെ, ആ സെൽഫ് അവയർനെസ്സോട് കൂടി. നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. പേരന്റിങ് സ്റ്റൈൽ ദാറ്റ് എംഫസൈസസ് മൈൻഡ്ഫുൾനെസ്, സെൽഫ് അവയർനെസ്, ഇമോഷണൽ റെഗുലേഷൻ, എംപതി ആൻഡ് ഇന്റൻഷണൽ പ്രസൻസ്. ഇന്റൻഷണൽ പ്രസൻസ്, ഓരോ വാക്കും വളരെ പ്രധാനമാണ്. പേരന്റിങ് സ്റ്റൈൽ ദാറ്റ് എംഫസൈസസ് മൈൻഡ്ഫുൾനെസ്, മൈൻഡ്ഫുൾ പ്രസൻസ് ആണ് അവിടെ വേണ്ടത്. ദെൻ സെൽഫ് അവയർനെസ്, നമ്മളെക്കുറിച്ചും പേരന്റ് എന്നുള്ള നിലയിൽ നമ്മളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ. ദെൻ ഇമോഷണൽ റെഗുലേഷൻ, വൈകാരികമായിട്ട് നമ്മൾ നിയന്ത്രണമുള്ളവരായിരിക്കണം. എംപതി ആൻഡ് ഇന്റൻഷണൽ പ്രസൻസ്, ബോധപൂർവമായിട്ടുള്ള പ്രസൻസ്, അതാണ് കോൺഷ്യസ് പാരന്റിങ്. അതിലെ കീ പ്രിൻസിപ്പിൾസ് ഒക്കെ നമുക്ക് നോക്കാം. മൈൻഡ്ഫുൾ പ്രസൻസ്. എന്താണ് മൈൻഡ്ഫുൾ പ്രസൻസ് എന്ന് പറഞ്ഞാൽ? നമുക്ക് എപ്പോഴും അവയർനെസ്സോട് കൂടിയിട്ടുള്ള, കോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രസൻസ് അവർക്ക് കൊടുക്കാൻ സാധിക്കും. സാറെ രണ്ടാമത്തെ ഒന്ന് എടുത്തോളൂ കേട്ടോ, എടുത്തോളൂ. ബീയിങ് പ്രസന്റ് ആൻഡ് ഫുള്ളി എൻഗേജ്ഡ് വിത്ത് യുവർ ചൈൽഡ് വിത്തൗട്ട്
ഡിസ്ട്രാക്ഷൻ ഓർ പ്രീ കൺസെപ്ഷൻ. പക്ഷെ ഇന്നത്തെ കാലത്ത് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ അവർക്ക് 100% ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അത് നമ്മൾ നോക്കണം. ഒരു മുൻവിധിയോടെ അല്ലാതെ അവരെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കട്ടെ. ബോധപൂർവമുള്ള സാന്നിധ്യമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദേ മസ്റ്റ് ഫീൽ അവർ പ്രസൻസ്. എങ്ങനെയാണ് നമുക്ക് അവരുടെ പ്രസൻസ്, നമ്മുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുക? ഇപ്പൊ എല്ലാ സമയത്തും നമുക്ക് അവരോടൊപ്പം തന്നെ ഇരിക്കാൻ പറ്റില്ല, അല്ലേ? പറ്റുമോ? ഇല്ല. 24 hours അവരോടൊപ്പം വായിക്കാൻ പറ്റില്ല. അവർ സ്കൂളിൽ പോകും, പക്ഷേ സ്കൂളിൽ പോയിരിക്കുന്ന ആ സമയത്തും നമ്മുടെ പ്രസൻസ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതെങ്ങനെയാണ് പ്രസൻസ് കൊടുക്കാൻ സാധിക്കുക? നമ്മൾ വി മസ്റ്റ് ബി ഇൻ കോൺസ്റ്റന്റ് ടച്ച് വിത്ത് ദ ടീച്ചർ. ടീച്ചർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് കോണ്ടാക്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇല്ലെങ്കിലും നമ്മുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പോയി അന്വേഷിക്കുകയും ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യും, കുട്ടികൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ. ബീയിങ് പ്രസന്റ് ആൻഡ് അവെയർ ഇൻ ദ മോമെന്റ്. എന്തിനും ശാന്തമായ ഒരു അന്തരീക്ഷമാണ് വേണ്ടത്, ശാന്തമായ മനസ്സാണ് വേണ്ടത്, അല്ലേ? സ്ട്രെസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, സ്ട്രെസ് കൊടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അത് അവരുടെ ഓരോ പ്രവർത്തനത്തെയും, കുട്ടിയുടെ ഓരോ പ്രവർത്തനത്തെയും ബാധിക്കും. അവർക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റാതെ വരും. അവർ ഇമോഷണലി ഹാക്ട് ആവും. അതാണ് സംഭവിക്കുക. അപ്പോൾ സെൽഫ് അവെയർനെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പേരൻസ് എന്നുള്ള നിലയ്ക്ക് നമുക്കും പ്രശ്നങ്ങളുണ്ട്, അല്ലേ? പല ട്രിഗേഴ്സും നമുക്കുണ്ട്. ട്രിഗേഴ്സും ഉണ്ടെന്നുള്ള ബോധം നമുക്ക് വേണം. കുട്ടിക്കതുണ്ടായിരിക്കില്ല, കുട്ടിക്കത് ഉണ്ടാവണമെന്നില്ല. അവൻ ആ സാഹചര്യത്തിന് അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക അല്ലെങ്കിൽ പ്രതികരിക്കുക. പക്ഷേ പേരൻസിന് സെൽഫ് അവെയർനെസ് മസ്റ്റാണ്. റെക്കഗ്നൈസിങ് വൺസ് ഓൺ ഇമോഷൻസ്, ട്രിഗേഴ്സ് ആൻഡ് പാറ്റേൺസ്. ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ടാകാവുന്ന ട്രിഗേഴ്സ്, നമ്മുടെ ഇമോഷണൽ വ്യതിയാനങ്ങൾ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് സെൽഫ് അവെയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുട്ടി ഒരു ആവശ്യവുമായിട്ട് വരുമ്പോൾ അമ്മ ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്നിരിക്കും. അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. രാവിലെ ഭർത്താവുമായിട്ടുള്ളൊരു ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. അത് സാധാരണ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണല്ലോ. പക്ഷേ കുട്ടി വരുമ്പോൾ അവനോട് പ്രതികരിക്കുമ്പോൾ ആ ട്രിഗർ വെച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതൊരു റിയാക്ഷനായി മാറും. പക്ഷെ നമ്മളത്, അമ്മയെന്നുള്ള നിലയ്ക്ക് നമ്മളത് ബോധപൂർവം കൈകാര്യം ചെയ്യണം. ഇങ്ങനൊരു വിഷയമുണ്ട്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്താണ് കുട്ടി നമ്മളെ സമീപിക്കുന്നെങ്കിലും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകാം. ഇപ്പോൾ ഒരു കൂട്ടുകാരിയുടെ അപകട വാർത്തയോ മരണ വാർത്തയോ ഒക്കെ അറിഞ്ഞു ഒക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഇവനൊരു ആവശ്യമായിട്ട് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്തെന്നിരിക്കും അമ്മ എന്നുള്ള നിലയ്ക്ക്. കാരണം ആ ഒരു ഇമോഷണൽ ഡാമേജ് കൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നിരിക്കും. പക്ഷെ നമ്മളത് ബോധപൂർവം അറിഞ്ഞ് പ്രവർത്തിച്ചാൽ അതാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുക. എന്ത് ഉണ്ടാകുന്ന ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ബോധപൂർവമായിട്ട് അറിഞ്ഞ് കുട്ടിയോട് പെരുമാറണം എന്നുള്ളതാണ്. സെൽഫ് അവെയർനെസ്സോടുകൂടി പെരുമാറണം എന്നുള്ളതാണ് അവിടെ. ദെൻ ഇമോഷണൽ റെഗുലേഷൻ. ഇമോഷണൽ റെഗുലേഷനാണ് മൂന്നാമത്തെ കീ പ്രിൻസിപ്പിൾ. ഒന്ന് നമ്മൾ പറഞ്ഞു എന്താണ്? ഒന്ന് മൈൻഡ്ഫുൾ പ്രസൻസ്, രണ്ട് സെൽഫ് അവെയർനെസ്, മൂന്നാമത്തത് ഇമോഷണൽ റെഗുലേഷൻ. ഉദാഹരണത്തിന് നമ്മൾ ലാപ്ടോപ്പിൽ ഇങ്ങനെ മെയിലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുട്ടി സ്കൂളിൽ നിന്നും കരഞ്ഞു വരുന്നത്. മുഖമൊക്കെ വാടിയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ജോലി തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അവളെ മാറ്റി നിർത്തുകയല്ലേ വേണ്ടത്. അപ്പോൾ കരഞ്ഞു വരുമ്പോൾ ദർ വിൽ ബി സം റീസൺ.
അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് മൈൻഡ്ഫുൾ പ്രസൻസ് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിർത്തിവെച്ചിട്ട് ചോദിക്കാം, എന്തുണ്ടായി. അതിന് 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന് അക്നോളജ്. അപ്പോൾ ആ ഭാവം കാണുമ്പോൾ നമുക്കറിയാം, നമ്മളത് നോട്ടീസ് ചെയ്യണമെന്നാണ് പറയുക. അക്നോളജ് എന്നുള്ളതിൻ്റെ ഇവിടുത്തെ അർത്ഥം ശ്രദ്ധിക്കുക, എന്തോ പ്രശ്നമുണ്ട്. ദെൻ ആർട്ടിക്കുലേറ്റ്, കുട്ടിയുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുക. കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ സ്പഷ്ടമാക്കാനുണ്ടെങ്കിൽ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. അത് ആർട്ടിക്കുലേറ്റ്. ദെൻ അക്സെപ്റ്റ്, അത് നമ്മൾ എഗ്രി ചെയ്യുക, അവരുടെ വികാരത്തെ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇമോഷണൽ റെഗുലേഷൻ. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വാലിഡേറ്റിംഗ് യുവർ ചൈൽഡ്സ് ഇമോഷൻ ആൻഡ് ടീച്ചിങ് ദം ടു റെഗുലേറ്റ് ആൻഡ് മാനേജ് ദെയർ ഫീലിങ്സ്. എന്താണെന്ന് ചോദിക്കുക, അത് കഴിഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്തു അതിന് വേണ്ട പരിഹാരങ്ങൾ അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് നമുക്ക് കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് കൂട്ടുകാരുമൊക്കെ ആയിട്ട് പെരുമാറുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞ് അതിനെ നമ്മൾ സോൾവ് ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അവരുടെ ഇമോഷനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യണം. ഓക്കെ. അവരുടെ നാച്ചുറൽ ക്യൂരിയോസിറ്റി മനസ്സിലാക്കി ആ സന്ദർഭത്തെ നമ്മൾ മാനേജ് ചെയ്യുക, ഇമോഷണലി സ്റ്റേബിൾ ആക്കുക. അവർ പേരൻസ് ക്യാൻ മാനേജ് ദെയർ ഇമോഷൻസ്. പേരൻസ് അവരുടെ ഇത്രയും അറിവ് വെച്ച് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അവരുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പറ്റും, അവരുടെ തോട്ട്സ് മാനേജ് ചെയ്യാൻ പറ്റും, ഫീലിങ്സ് മാനേജ് ചെയ്യാൻ പറ്റും, ബിഹേവിയർ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ കുട്ടിക്കത് സാധിച്ചു എന്ന് വരില്ല. ഓക്കെ. ദിസ് വിൽ ക്രിയേറ്റ് ഓർ ഡെവലപ്പ് ഡീപ്പർ കണക്ഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. കുട്ടിയും പേരും തമ്മിൽ ഡീപ്പർ കണക്ഷൻ ഉണ്ടാകും. ഇമോഷൻ റെഗുലേഷൻ ചെയ്യാനുള്ള നമ്മളുടെ ആ ഒരു സമീപനത്തിലൂടെ. ഓക്കെ. നമുക്ക് അടുത്തേക്ക് പോവാം. 4th വൺ. Intentional decision making conscious choices that align with the values. ആ ചോയ്സ് എങ്ങനെയുള്ളതായിരിക്കണം? that align with the values. മറ്റുള്ളവർക്ക് ദോഷകരമാകാത്ത രീതിയിലുള്ളതായിരിക്കണം, അല്ലേ? ഇന്റൻഷണൽ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ ഒരു 6 വയസ്സുകാരൻ, അവൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഫുട്ബോൾ കളിക്കാൻ പോകണമെന്ന് പറയുന്നു, അമ്മയോടൊന്ന് പറയുക. അപ്പോൾ ആ സമയത്ത് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് നല്ലതാണോ? ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട്? ഒരിക്കലും അല്ല, അല്ലേ? ആണെന്ന് തോന്നുന്നല്ലോ. അല്ല, ഒരിക്കലും അല്ല. അപ്പോ എന്താ പോയാല് അപ്പുറത്തെ വീട്ടിലെ അപ്പു വരുന്നുണ്ട്, അവരെല്ലാം പോകുന്നുണ്ട്, എനിക്കും പോകണം എന്ന് പറഞ്ഞ് അവൻ നിർബന്ധം പിടിക്കാന്ന് വിൽക്കുക. അപ്പോൾ എങ്ങനെയാണ് അമ്മ എന്നുള്ള നിലയ്ക്ക് പ്രതികരിക്കുക? എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? പറയുമോ? പോകണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് വേണമെങ്കിൽ പറഞ്ഞ് വഴക്ക് പറയാം, ദേഷ്യപ്പെടാം. പിന്നെ ഭവിഷ്യത്ത് പറഞ്ഞു കൊടുക്കാം. ഈ സമയത്ത് കളിക്കുന്നതുകൊണ്ടുള്ള ഭവിഷ്യത്ത് പറഞ്ഞു കൊടുക്കാം. പിന്നെ നമുക്കൊരു ചോയ്സും കൂടെ കൊടുക്കാം. എങ്ങനെയാണ് ഒരു ചോയ്സ് കൊടുക്കുക? ഏതായാലും അവൻ കളിക്കാൻ പോകും, വൈകുന്നേരം കളിക്കാൻ പോകാം, അല്ലേ? ഒരു ഡിസിഷൻ, ഒരു ഇന്റൻഷണൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. നമുക്ക് പോവാം, വൈകുന്നേരം പോവാം, ഞാൻ കൂടെ വരാം. അവിടെ ഒരു തീരുമാനം എടുക്കുക, ഒരു കോൺസെൻസസ് വന്നു, അല്ലേ? ഒരു സമന്വയം, ഒരു ധാരണ വന്നു എന്ന് പറയാം, അല്ലേ? അങ്ങനെ ഇന്റൻഷണലായിട്ട് ഡിസിഷൻ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്റൻഷണൽ ഡിസിഷൻ, ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ.
മേക്കിംഗ് കോൺഷ്യസ് ചോയ്സസ് ദാറ്റ് അലൈൻ വിത്ത് വാല്യൂസ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല, നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഉച്ചയ്ക്ക് പോയി കളിക്കുമ്പോഴുള്ള ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നമ്മൾ അവരുടെ ഒരു കൂട്ടുകാരനായിരിക്കുക അല്ലെങ്കിൽ കൂട്ടുകാരിയായിരിക്കുക. ബി എ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെ ഷെയർഡ് ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആകാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നമ്പർ 5 മ്യൂച്വാലിറ്റിയാണ്. എന്താണ് മ്യൂച്വാലിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ് മ്യൂച്വാലിറ്റി എന്ന് പറഞ്ഞാൽ? ആർക്ക് പറയാം? റെസ്പോണ്ടിങ്. പാരസ്പര്യം. അതിന്റെ എക്സാക്ട് വേർഡാണ് പാരസ്പര്യം എന്ന് പറയുന്നത്. സമന്വയം എന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ ഇവിടെ മ്യൂച്വൽ എന്ന് പറയുമ്പോൾ ആരൊക്കെ തങ്ങളിലാണ് മ്യൂച്വാലിറ്റി വേണ്ടത്? നമ്മൾ സംസാരിക്കുന്ന ആരെക്കുറിച്ചാണ്? പാരന്റ്. ചൈൽഡും പേരന്റും തമ്മിലൊരു മ്യൂച്വാലിറ്റി വേണം. ഒരാള് മറ്റേയാളെ ചൂഷണം ചെയ്യാൻ പാടില്ല, അല്ലെ? കുട്ടിയായാലും അമ്മയായാലും അപ്പനായാലും പരസ്പരം ചൂഷണം ചെയ്യാൻ പാടില്ല. ബോത്ത് ഹാവ് ദെയർ ഓൺ നീഡ്സ് ആൻഡ് ടേസ്റ്റ്. പേരന്റിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, പേരന്റിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, ഇൻട്രസ്റ്റുകളുണ്ട്, പ്രയോറിറ്റീസ് ഉണ്ട്, ചോയ്സസ് ഉണ്ട്, അല്ലേ? അപ്പോൾ രണ്ടും ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ അവിടെ ഒരു മ്യൂച്വാലിറ്റി വന്നു, അല്ലേ? ഒരു ധാരണ വന്നു. പരസ്പരം അംഗീകരിക്കുക, ബഹുമാനിക്കുക. നമ്മൾ കുട്ടികളെ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? കുട്ടികളെ അവനെ അംഗീകരിക്കണം, അവനെ തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യാൻ. ട്രീറ്റ് യുവർ ചൈൽഡ് ആസ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അവിടെയാണ് ഈ പാരസ്പര്യത്തിനൊക്കെ കൂടുതൽ എഫക്റ്റ് വരിക, അല്ലെ? സിഗ്നിഫിക്കൻസ് വരിക. പരസ്പര ബഹുമാനം വേണം. കുട്ടി ഒരു ഇൻഡിവിജ്വലാണ്. റെസ്പെക്ട് ദ ചൈൽഡ്. ബോത്ത് പേരന്റ് ആൻഡ് ചൈൽഡ് ആർ ഗിവൺ ഇമ്പോർട്ടൻസ്. കോൺഷ്യസ് പാരന്റിങ്ങിലെ പ്രത്യേകതയാണ് ബോത്ത് പേരന്റ് ആൻഡ് ചൈൽഡ് ആർ ഗിവൺ ഇമ്പോർട്ടൻസ്. അടുത്തത് എമ്പതിയാണ്. എമ്പതി എന്ന് പറഞ്ഞാൽ പല ക്ലാസ്സുകളിൽ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന പദമാണ്, അല്ലെ? എന്താണ് എമ്പതി? അനുകമ്പയോടുകൂടി, അല്ലെ? സഹാനുഭൂതി എന്നൊക്കെ പറയാം, അല്ലെ? സഹാനുഭൂതിയോടുകൂടി പെരുമാറും. കുട്ടി ഒരു കളിപ്പാട്ടം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരഞ്ഞാൽ അതിന് ചൂട് കയറ്റുമല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് എത്ര രൂപയുടെ കളിപ്പാട്ടമായിരുന്നു, നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നതിന് പകരം എന്താണ് ചെയ്യേണ്ടത്? കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം. ആ കളിപ്പാട്ടം പോയാൽ അവനും വിഷമം ഉണ്ടാവും, അല്ലേ? നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയുടെ ദുഃഖവും പിന്നെ രാജ്യം നഷ്ടപ്പെട്ട ചക്രവർത്തിയുടെ ദുഃഖവും ഒരുപോലെയാണെന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവനെ വഴക്ക് പറയുകയല്ലാതെ ചേർത്ത് നിർത്താനാണ് ശ്രമിക്കുന്നത്. സാരമില്ല എന്ന് പറഞ്ഞു എമ്പതിയോടുകൂടി പരസ്പരം പെരുമാറുന്നു. ഓക്കെ, നമ്മൾ ഒരു മുൻധാരണയോടുകൂടി പെരുമാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ വിലയും അതിൻ്റെ മൂല്യവും ഒക്കെ നോക്കി പെരുമാറിക്കഴിഞ്ഞാൽ ശരിയാവില്ല. എമ്പതിയോടുകൂടി സമീപിക്കണമെന്നാണ്. എമ്പതിക്കൽ അപ്രോച്ച് ഇൻ ഷെയറിങ് യുവർ ചൈൽഡ്സ് ഫീലിങ്സ് ആൻഡ് പ്രൊവൈഡിങ് കംഫർട്ട് ആൻഡ് സപ്പോർട്ട്. നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് എന്താണ്? പ്രഷറല്ല, ടെൻഷനല്ല, പിന്നെയോ കംഫർട്ടും സപ്പോർട്ടുമാണ് കൊടുക്കേണ്ടത്. അടുത്തത് പേഷ്യൻസ്. പേരന്റിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് പേഷ്യൻസ്, അല്ലെ? ക്ഷമ എന്ന് പറയുന്ന വാക്കിൽ എത്രയോ പ്രധാനപ്പെട്ടതാണ് പേരന്റിങ്. പേഷ്യൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഗുണം?
പേഷ്യൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഗുണം ഒരു പേരൻറ്റിന്? സ്ട്രെസ് കുറയും. സ്ട്രെസ് അല്ലേ? ക്ലാരിറ്റി കിട്ടും, ചിന്തിക്കാനുള്ള ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിലോ കണ്ണ് കാണാത്ത രീതിയിലുള്ള ഒരു വ്യക്തതയില്ലാതെ പേഷ്യൻസിൻ്റെ അസ്വസ്ഥമായി. അതില് പ്രോബ്ലം സോൾവിങ്ങിലൂടെ സാധിക്കുന്നുണ്ട് പേഷ്യൻസ് ഉണ്ടെങ്കിൽ. പേഷ്യൻസ് ഉണ്ടെങ്കിൽ ആ ബോധപൂർവം അല്ലേ ഇൻവോൾവ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എക്സാമ്പിളൊക്കെ അതിൽ ഉദാഹരണമാണ്. ഓക്കെ, സ്ഥിതിഗതികൾ ക്ഷമയോടെ വിലയിരുത്തി നടപടി സ്വീകരിക്കാൻ. അപ്പോൾ പേഷ്യൻസ് ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാവുന്ന ഒരു ടിപ്പ് ആർക്കെങ്കിലും പറയാമോ? ഇങ്ങനെ പെട്ടെന്ന് ഒരു കോപം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡീപ്പ് ബ്രീത്ത്, ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്ത് റിലാക്സേഷൻ. റിലാക്സ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അപ്പനും മകനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി വെക്കുക. മൊബൈൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്, ഓവർ യൂസ് ഓഫ് മൊബൈൽ. രണ്ടുപേരും അങ്ങോട്ട് ചെന്ന് തർക്കിച്ചു. അതങ്ങനെ മൂത്ത് പോകുമ്പോഴത്തേക്ക് അപ്പൻ പറഞ്ഞു, വാടാ നമുക്കൊന്ന് പുറത്ത് പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം, ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുത്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഒന്ന് ബോധപൂർവ്വം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. എന്നിട്ട് അവരൊരു ഡിസിഷനിലെത്തി. എന്താണെന്ന് പറയാമോ? ഇത് മൊബൈലിൻ്റെ അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ടൈമർ വെച്ച് മാനേജ് ചെയ്യുക എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തി. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചൂട് പിടിച്ച വാഗ്വാദം തുടർന്ന് പോയിരുന്നെങ്കിലോ ഒരു ബ്രേക്ക് എടുക്കുന്നതിൻ്റെ പ്രത്യേകത. പേഷ്യൻസ് ഉണ്ടെങ്കിലേ അതൊക്കെ സാധിക്കുള്ളേ. ഓക്കെ, നോൺ ജഡ്ജ്മെന്റ് പലപ്പോഴും പേരൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അല്ലെങ്കിലും നീ പോയപ്പോഴേ ഞാൻ വിചാരിച്ചു നീ അത് കുളവാക്കിയിട്ടേ വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നിന്നെ കൊണ്ട് അത് സാധിക്കത്തില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പ്രീ കൺസീവ്ഡ് അല്ലേ? പ്രീ കണ്ടീഷൻഡ്. ജഡ്ജ്മെന്റലാണ് അവിടെ. മുൻധാരണയോട് കൂടിയുള്ള പെരുമാറ്റമാണ്. നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ലൈഫ്. നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് പേരന്റിങ്. പേരന്റിങ്ങിലും ഇതുപോലെ മുൻധാരണയോടുകൂടിയുള്ള പെരുമാറ്റം പാടില്ല. ഓക്കെ, നമുക്ക് അടുത്തത് സെൽഫ് കെയർ ആണ്. സെൽഫ് കെയർ നേരത്തെ നമ്മൾ പറഞ്ഞു മ്യൂച്വാലിറ്റി. രണ്ടുപേരുടെയും ഇമ്പോർട്ടൻസ് റെലവൻ്റ് ആണ് എന്ന് പറഞ്ഞതുപോലെ കെയർ ഓഫ് ദി പേരന്റ് ഓൾസോ ഈസ് ഗിവൺ ഇമ്പോർട്ടൻസ് ഇൻ കോൺഷ്യസ് പാരന്റിങ്. കോൺഷ്യസ് പാരന്റിങ്ങിൽ സെൽഫ് കെയറും പ്രധാനമാണ്. ഇനി കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷനിലും കോൺഷ്യസ് പാരന്റിങ്ങിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. എങ്ങനെയായിരിക്കണം? ആക്റ്റീവ് ലിസണിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം, കുട്ടി എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ഒന്ന് പറയുമ്പോൾ നമ്മളത് ശ്രദ്ധയില്ലാതെ തള്ളിക്കളഞ്ഞാൽ പിന്നീട് അവനത് ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ പറയുന്നു. ചിലപ്പോൾ അവൻ്റെ ജീവിതത്തെ അവൻ്റെ ഭാവിയിൽ ഒരു നിർണായക കാര്യമായിരിക്കും പറയാൻ വരുന്നത്. നമുക്കറിയില്ല. നമ്മളത് നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് അവൻ്റെ ഭാവിയിൽ ദൂഷ്യമുണ്ടാക്കും എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയുന്നു അല്ലേ? അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് യുവർ ചൈൽഡ്. എന്തൊക്കെയാണ് വേണ്ടത്? ആക്റ്റീവ് ലിസണിങ് വേണം, തോട്ട്ഫുൾ റെസ്പോൺസ് വേണം. തോട്ട്ഫുൾ ആയിട്ട് വേണം കുട്ടികളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് എക്സാമുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. ഈ കോൺഷ്യസ് പാരന്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? രണ്ടോന്നെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. കോൺഷ്യസ് പാരന്റിങ്ങിൽ ഇത്രയും കേട്ടതിൽ നിന്നും എന്തൊക്കെയാണ് അതിൻ്റെ? ഇമോഷണൽ റെഗുലേഷൻസ് സാധ്യമാണ്. ഇമോഷണൽ റെഗുലേഷൻ സാധ്യമാണ്. കോൺഫിഡൻസ് കൂടും.
തീർച്ചയായിട്ടും ഇന്റൻഷണൽ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ പാരൻസും പറ്റും അല്ലേ? കുട്ടികളും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കൂടും. അതെ ആ ഓക്കെ. അപ്പോൾ ഇന്നത്തെ കാലത്ത് കോൺഷ്യസ് പാരന്റിങ്ങിന് വളരെയധികം പ്രസക്തി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ. ഇനി നമുക്ക് ഇന്നത്തെ കാലത്തെ എക്സാമിനേഷനെ കുറിച്ച് പറയാം. പഴയ കാലത്ത് എങ്ങനെയായിരുന്നു എക്സാമിനേഷൻ? പഴയ കാലത്തെ എക്സാമിനേഷനും ഇപ്പോഴത്തെ എക്സാമിനേഷനും തമ്മിലുള്ള വ്യത്യാസം. എല്ലാവരും നിങ്ങളുടെ പഴയ കാലത്ത് ചൈൽഡ്ഹുഡിൽ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ട് അനുഭവിച്ച ഒരു എക്സാമിനേഷൻ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാമോ? ആർക്കെങ്കിലും അത് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഏറ്റവും സ്ട്രെസ് അനുഭവിച്ചത് എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസിന്റെ പരീക്ഷ. എൻട്രൻസിന്റെ എക്സാം ആയിരുന്നു അല്ലേ? 3 പ്രാവശ്യം ചെയ്തിട്ടും കിട്ടിയില്ല. അപ്പോൾ വളരെയധികം സ്ട്രെസ് അനുഭവിക്കും. ഞാനാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ എനിക്കിഷ്ടമില്ലാത്ത വിഷയങ്ങൾ പഠിക്കേണ്ടി വന്നപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല ആ വിഷയത്തെക്കുറിച്ച്. പക്ഷേ പരീക്ഷയ്ക്ക് പോകാതിരിക്കാൻ പറ്റുമോ? വളരെയധികം വിഷമിച്ച് സ്ട്രെസ് അനുഭവിച്ച ദിവസങ്ങളുണ്ട്. എക്സാം ഹാളിൽ ഇറങ്ങി പോന്നിട്ടുമൊക്കെ ഉണ്ട്. പക്ഷേ പിന്നീട് ഞാൻ എൻ്റെ ഇഷ്ട വിഷയങ്ങൾ ഞാൻ സ്വയം പഠിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒത്തിരി സ്ട്രെസ് അനുഭവിച്ച ദിവസങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഓക്കെ. പിന്നെ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സാർ, എന്നെ സംബന്ധിച്ചിടത്തോളം SSLC എക്സാമിനേഷൻ ആയിരുന്നു എൻ്റെ ഏതാ? ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള രംഗം. ഏതാണ്? കാരണം എനിക്ക് മാത്സ് മാത്സ്. വളരെ പോറായിരുന്നു. ഉം. ഒരു വിഷയത്തിൽ തോറ്റാൽ ആ കോഴ്സിൽ തന്നെ തോറ്റിരിക്കും. എന്നെ എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. എൻ്റെ മാർക്ക് ഷീറ്റ് ഇപ്പൊ മാത്തമാറ്റിക്സിൽ 35 മാർക്ക് മാത്രമാണ്. 34 ആയിരുന്നെങ്കിൽ ഞാൻ തോറ്റിരുന്നേനെ. കൃത്യം അല്ലേ? കൃത്യമായി. പക്ഷെ ഇന്നത്തെ പരീക്ഷയുടെ സ്റ്റൈലും ഒക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ അനുഭവിക്കുന്ന സ്ട്രെസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്? കോമ്പറ്റീഷനാണ്, ടെസ്റ്റ് കൂടുതലാണ്. തീർച്ചയായിട്ടും സ്ട്രെസ് കൂടുകയാണ് ചെയ്യുന്നത്. ചൈൽഡ്ഹുഡിനെ ടൈം ടേബിളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ടൈം ടേബിൾ നോക്കുക. രാവിലെ 6 തൊട്ട് 7 വരെ, 7 തൊട്ട് 8:30 വരെ, അങ്ങനെ ഓരോ ഷെഡ്യൂളും കൊടുത്തിരിക്കുകയാണ്. ഓവർ ഷെഡ്യൂളിംഗ് ആണ്. കാരണം എന്താണ്? അവൻ എല്ലാത്തിലും മിടുക്കനാണ്. അവൻ്റെ കഴിവ് അങ്ങനെയുള്ളൊന്നും വിഷയമല്ല. അപ്പുറത്തെ കുട്ടി കുങ്ഫു പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ കരാട്ടയ്ക്കെങ്കിലും വിടണം. അങ്ങനെ അൺഹെൽത്തി കോമ്പറ്റീഷൻ അൺഹെൽത്തി കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ചൈൽഡ്ഹുഡിനെ ടൈം ടേബിൾ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഫോമോ പേരൻറ്റിങ്. ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, കൈവിട്ട് പോകുമെന്നുള്ള. കാരണം മറ്റുള്ളവരെക്കാൾ ഇവൻ പിന്നിലാകുമോ എന്നുള്ള ചിന്ത, അവനെ ഏറ്റവും മുന്നിലാക്കണം എന്നുള്ള ചിന്ത. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക? പേരൻസ് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓവർ ഷെഡ്യൂളിങ്. ആ വാക്ക് പറയുമ്പോൾ അറിയാമല്ലോ അല്ലേ? നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ടൈം ടേബിൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ദെൻ ഓവർ ഇൻ്റലിജൻസ്. പേരൻസ് അവൻ്റെ കാര്യങ്ങളിൽ ഓവറായിട്ട് ഇൻ്റലിജ് ചെയ്യുകയാണ്. നീ ഇങ്ങനെ പോകണം, ഇങ്ങനെ ചെയ്യണം, ഇന്ന സമയത്ത് അവിടെ ആയിരിക്കണം, ഇവിടെ ആയിരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഇൻ്റലിജ് ചെയ്യും. ദെൻ ഓവർ പേരൻറ്റിങ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? സെൽഫ് റിലയൻ്റ് ആവുന്നില്ല, സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവുന്നില്ല, ഓവർ പേരൻറ്റിങ് നടക്കുന്നു. ഇതൊക്കെയാണ് ഫോമോ പേരൻറ്റിങ്ങിൻ്റെ ആസ്പെക്ട്സ്. ഡ്യൂ ടു ആൻസൈറ്റി ദാറ്റ് ദെയർ ചൈൽഡ് വിൽ ഫോൾ ബിഹൈൻഡ് പിയേഴ്സിനേക്കാളും എൻ്റെ കുട്ടി പുറകിലാവുമോ? ആൻസൈറ്റിയാണ്. എന്താ പേരൻറ്റിൻ്റെ ആൻസൈറ്റി? ആൻസൈറ്റി ദാറ്റ് ദെയർ ചൈൽഡ് വിൽ
ഫോൾ ബിഹൈൻഡ് പിയേഴ്സ്. എന്തിലൊക്കെയാണ്? അവരുടെ സ്കില്ലിൽ, അവരുടെ എക്സ്പീരിയൻസിൽ, അവരുടെ വിജയത്തിൽ ഒക്കെ എൻ്റെ കുട്ടി പിന്നിലാകുമോ എന്നുള്ളൊരു ഭയമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയ കമ്പാരിസൺസ്. സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാമാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് അല്ലേ? കുട്ടികളെക്കുറിച്ച് കമ്പയർ ചെയ്യാനുള്ള ഒത്തിരി അവസരങ്ങൾ അവിടെ വരികയാണ്. ഓക്കെ, അവൻ്റെ ഓരോ മിനിറ്റും, ഒരു ഫ്രീ മിനിറ്റ് പോലും കൊടുക്കത്തില്ല. അവിടെ എല്ലാം ഓരോരോ ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ട് ശ്വാസം വിടാൻ സംഭവിക്കാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ പേരൻറ്റിങ് പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് സിറ്റികളിലൊക്കെ. ഗ്രാമങ്ങളിൽ കുറച്ചൊക്കെ ഒരു ഫ്രീഡം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം എത്തിപ്പിടിക്കണം എന്നുള്ളൊരു വാശി. അവിടെ കുട്ടിയുടെ നീഡല്ല നോക്കുക, മറ്റുള്ളവരുടെ പോക്കാണ്. മറ്റ് പേരൻസ് അല്ല മറ്റ് കുട്ടികൾ അവരെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നയിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രസൻസ് വളരെയധികം കൂടുതലാണെന്ന് നമുക്കറിയാം. അതിലൊക്കെ എന്താണ് കാണിക്കുക? വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഈ പേരൻസിന് വാശി കൂടുകയാണ്. പഴയ രീതിയും പുതിയ രീതിയും, പഴയ രീതിയിൽ ഇത്രയും ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ SLC റിസൾട്ട് നോക്കാനായിട്ട് ആദ്യം പോയപ്പോൾ ഞാൻ തോറ്റതായിട്ട് കണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. തിരിച്ചു പോന്നു കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പോയി നോക്കി ഒന്നുകൂടെ ഞാൻ തെറ്റ് പറ്റിയതാണോ എന്ന് പോയി നോക്കിയപ്പോൾ സെക്കൻഡ് ക്ലാസ്സിലൂടെ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം നമ്മളെ ഒന്നും അത്രമാത്രം പ്രഷർ ചെലുത്തിയിരുന്നില്ല എന്നുള്ളത്. പക്ഷെ അത് പോരായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ, അല്ലേ? കുറച്ചൊക്കെ വേണമായിരുന്നു. പക്ഷെ അങ്ങനെയായിരുന്നു അന്നത്തെ കാലം. പക്ഷെ ഇന്ന് കുട്ടിയോടൊപ്പം അവിടെ എന്താണ്, കുട്ടിയെ ഒരു സൂപ്പർവൈസറായിട്ട് ഇങ്ങനെ എപ്പോഴും പേരൻ്റ് കൂടെ നടക്കുകയാണ്, അവന് സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട്. അതല്ല വേണ്ടത്. ഇൻസ്റ്റഡ് എന്തായിരിക്കണം? ഇമോഷണൽ ആങ്കർ ആയിരിക്കും. വൈകാരികമായിട്ട് അവനെ നിയന്ത്രിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും പേരൻറ്റ്. സൂപ്പർവൈസർ എന്നതിന് പകരം ഇമോഷണൽ ആങ്കറായിട്ട് മാറേണ്ടിയിരിക്കുന്നു. ഓക്കെ, പ്രസന്റ് ഡേ സിനാരിയോ നമുക്കറിയാം. ഇന്നത്തെ കുട്ടി ആരോടൊക്കെയാണ് മത്സരിക്കേണ്ടത്? മറ്റു കുട്ടികളോട് മാത്രമല്ല, പിന്നെയോ ഇപ്പോഴാണെങ്കിൽ AI മത്സരിക്കണം, അല്ലെ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് മത്സരിക്കണം. പിന്നെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിനോടാണ് മത്സരിക്കേണ്ടത്. നമുക്കുണ്ടായിരുന്ന എക്സ്പോഷർ അല്ല ഇന്നത്തെ കുട്ടിക്ക്, ഗ്ലോബൽ എക്സ്പോഷറാണ് കിട്ടിയിരിക്കുക. അപ്പോൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡിനോടാണ് അവൻ മത്സരിക്കേണ്ടത്. AI മത്സരിക്കണം. മറ്റു കുട്ടികളോട് മത്സരിക്കുന്നതിനപ്പുറം പിന്നെ സോഷ്യൽ മീഡിയയോട് മത്സരിക്കണം. അപ്പോൾ എത്രമാത്രം സമ്മർദ്ദമാണ് കുട്ടി അനുഭവിക്കുന്നതെന്ന് നമ്മൾ അറിയണം. അവൻ ടെക്സ്റ്റ് ബുക്ക് തുറക്കുന്നതിന് മുമ്പ് അവൻ്റെ മനസ്സിൽ ഇത്രയും കാര്യങ്ങൾ, അവനെ സമ്മർദ്ദത്തിലാടുന്ന ഇത്രയും ഘടകങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. സോഷ്യൽ മീഡിയ കമ്പാരിസൺ, എക്സ്പെക്റ്റേഷൻ ഓഫ് പേരൻറ്റ്, ഇതൊക്കെ കാണുമ്പോൾ പേരൻ്റ് എക്സ്പെക്റ്റേഷനും വലുതാവുകയാണ്, അല്ലേ? പക്ഷേ കുട്ടി അതിനോടുള്ള പ്രാപ്തി ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നില്ല. സോ ഡോണ്ട് ബി ആൻ എൻഫോഴ്സർ. എൻഫോഴ്സ് ചെയ്യുന്ന ഒരാളായിട്ട് ആയിരിക്കരുത്. പിന്നെ ഒരു സേഫ് ഹാർബർ ആകാൻ നമ്മൾ ശ്രമിക്കണം. ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ആൻ എൻഫോഴ്സർ, എൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ലാതെ നല്ലൊരു തണലൊരുക്കുന്ന ആളായിട്ട് പേരൻ്റ് മാറണം ഇന്നത്തെ കാലം. എങ്കിലേ പരീക്ഷയിൽ അവർക്ക് ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി പങ്കെടുക്കാൻ പറ്റുള്ളൂ. പേരൻ്റ് സ്ട്രെസ്ഡ് ആയിരുന്നാൽ, പരീക്ഷയെക്കുറിച്ച് പേരൻ്റ് സ്ട്രെസ്ഡായിരുന്നാൽ എന്താണ് സംഭവിക്കുക? അവിടെ തീരുവോ? പേരൻ്റൽ ആങ്സൈറ്റി ഈസ് കോട്ട് ബൈ ദി ചൈൽഡ്. പേരൻ്റൽ ആങ്സൈറ്റിയുടെ ആ സ്വാധീനം കുട്ടികളുടെ ചിന്തയിലുണ്ടാവും, അവൻ്റെ നെർവസ് സിസ്റ്റത്തിലുണ്ടാവും. പേരൻ്റൽ ആങ്സൈറ്റി. ഇഫ് പേരൻ്റ് ഈസ് സ്ട്രെസ്ഡ്, യുവർ ചൈൽഡ്സ് നെർവസ് സിസ്റ്റം മിറേഴ്സ് ദാറ്റ് സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിനെ മിറർ ചെയ്യുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുക?
അവരുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ഇമ്പയർഡ് ആവും. അവിടെ ആ സ്ട്രെസ് കയറുമ്പോൾ അല്ലെ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. പേരൻറ്റിൻ്റെ സ്ട്രെസ് കുട്ടിയിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുക? ലോജിക്കും മെമ്മറിയുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്, ലോജിക് ആൻഡ് മെമ്മറി അവിടെ അതാണല്ലോ, അത് ഇമ്പയർഡ് ആവും. അവിടെ എന്താണ് സംഭവിക്കുക? കുട്ടി ബ്ലാങ്ക് ആയി പോകും അല്ലേ? അവന് ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് കുട്ടിക്ക് സ്ട്രെസ് അല്ല കൊടുക്കേണ്ടത്. നിങ്ങൾ സ്ട്രെസ്ഡ് ആകുമ്പം കുട്ടി സ്ട്രെസ്ഡ് ആകും. അത് അവനെയും ബാധിക്കും എന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. ഒരു പരീക്ഷയെക്കുറിച്ച് കൂടുതൽ ആവലാതിപ്പെടേണ്ട, കുട്ടിയെ സ്ട്രെസ്ഡ് ആക്കേണ്ട. ശാന്തമായൊരു അന്തരീക്ഷം ആണ് അവന് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. റീഡിഫൈൻ സക്സസ്. എന്താണ് സക്സസ് എന്ന് പറയുന്നത്? സക്സസ് മാർക്കുകൾ കിട്ടുന്നതാണോ? പേരൻസ് ധരിച്ചു വച്ചിരിക്കുന്നതാണ്. ഗ്രേഡുകളാണ് അല്ലെങ്കിൽ മാർക്കുകളാണ് വിജയം നിർണ്ണയിക്കുന്നത്. നേരെ മറിച്ച് അതല്ല. ദെൻ പൊട്ടൻഷ്യലാണ്, അവൻ്റെ ക്യാരക്ടറാണ്, അവൻ്റെ റെസിലിയൻസ് പവറാണ്, കാര്യങ്ങൾ അറിയാനുള്ള അവൻ്റെ ക്യൂരിയോസിറ്റിയാണ് സക്സസ് നിർണ്ണയിക്കുക. ഗ്രേഡുകളല്ല. അത് പേരൻസ് തിരിച്ചറിയുക. എന്നിട്ട് വേണം പരീക്ഷയിൽ അവനെ സ്ട്രെസ് ചെയ്യാനായി. വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ. ഓക്കെ. വെൻ ചൈൽഡ് ഈസ് സ്ട്രെസ്ഡ്, their brain enters സർവൈവൽ മോഡ്. കുട്ടിയുടെ മനസ്സ് സ്ട്രെസ്ഡ് ആകുമ്പോൾ അവൻ സർവൈവൽ മോഡിലെത്തും. എന്താണ് സർവൈവൽ മോഡ്? ഫ്ലൈറ്റ്, ഫൈറ്റ് ഓർ ഫ്രീസ്. ഇൻ ദിസ് സ്റ്റേജ് ദ അമിഗ്ദല ടേക്സ് ഓവർ. അമിഗ്ദലയാണ് അവിടെ ഏറ്റെടുക്കുന്നത്. ആൻഡ് ദ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ്, where memory and logic live, literally shuts down. If you want them to remember, help them feel calm first. നിങ്ങൾക്ക് അവരെ സഹായിക്കാനാണ് ആഗ്രഹമെങ്കിൽ അവരെ ആദ്യം ശാന്തമാക്കുക. അവരെ സ്ട്രെസ്ഡ് ആക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഹാപ്പി എക്സാമിനേഷൻ ടിപ്സ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അവരുടെ 3 ഘടകങ്ങൾ? ഇവിടെ നമ്മൾ 3 ഘടകങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് ഫിസിക്കൽ സോൺ. ഫിസിക്കൽ സോൺ എന്ന് പറയുമ്പോൾ അവരുടെ ആരോഗ്യത്തിന് എന്താണ് പ്രധാനപ്പെട്ട കാര്യം? സ്മാർട്ട് മെനു, നല്ല ഭക്ഷണം, അവോയ്ഡ് ഹെവി ബ്രെയിൻ ഫുഡ്സ് ആൻഡ് ഷുഗറി സ്നാക്സ്, ഫോക്കസ് ഓൺ ഹൈഡ്രേഷൻ, പ്രൊവൈഡ് ദം 8 to 10 hours സ്ലീപ്പ്. നല്ല സ്ലീപ്പ് ഉള്ള ടൈം കൊടുക്കണം. അറ്റ്ലീസ്റ്റ് 6 to 7 hours. ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു 6 to 7 hours എങ്കിലും ഉറങ്ങാൻ അവരെ അനുവദിക്കണം. എന്താണ് ഉറക്കത്തിൽ സംഭവിക്കുക? മെമ്മറി കൺസോൾട്ടേഷനും നമ്മുടെ ബോഡി സിസ്റ്റത്തിൻ്റെ റിപ്പയറും ഒക്കെ നടക്കുന്നത് സ്ലീപ്പിലാണ്. അതുകൊണ്ട് അതിനവരെ അനുവദിക്കണം, പ്രത്യേകിച്ച് പരീക്ഷാക്കാലങ്ങളിൽ. ദെൻ ഫിസിക്കൽ സോൺ കഴിഞ്ഞാൽ ഇമോഷണൽ സോൺ. അവരോട് പഠിക്ക് അല്ലെങ്കിൽ നീ എന്താണ് പഠിച്ചതെന്ന് ചോദിക്കുന്നതിന് പകരം ഒരു പ്രാവശ്യം ചോദിക്കുമ്പോൾ 4 പ്രാവശ്യമെങ്കിലും അവർക്ക് സോഫ്റ്റ് ടച്ച് കൊടുക്കുക. നോൺ അക്കാഡമിക് കണക്ഷൻ. അക്കാഡമിക് കണക്ഷനാണ് നമ്മൾ പഠിച്ചതെന്ന് ചോദിക്കുക. നോൺ അക്കാഡമിക് കണക്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാകാം? ഹഗ് ആവാം, ദെൻ തമാശ പറയാം, അല്ലെ ഒരു ബ്രേക്ക് കൊടുക്കാം, ഷെയർ ചെയ്യാം കാര്യങ്ങൾ, അവരെ അപ്രീസിയേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പരീക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ പഠിക്കുന്നതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിന് പകരം അതിനോടൊപ്പം തന്നെ അതിൽ കൂടുതൽ നോൺ അക്കാഡമിക്കൽ കണക്ഷൻ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ. മ്യൂട്ട് ദ നോയ്സ്. ഡിജിറ്റൽ സോൺ. അടുത്തത് 3ാമത്തെ ഡിജിറ്റൽ സോണാണ്. നോയ്സ് മ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ അന്തരീക്ഷം ഉണ്ടല്ലോ, ഇൻക്ലൂഡിങ് മൊബൈൽ, TV കാര്യങ്ങളെല്ലാം, സ്ക്രീൻ, അതൊക്കെ ഷട്ട് ഡൗൺ ചെയ്യുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും. പഠിക്കുന്ന കുട്ടികൾക്ക് അത് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ്
ഇതെല്ലാം മാറ്റി വെക്കാം. ഓക്കെ. റാഡിക്കൽ ഇവാലുവേഷനാണ് നമ്മൾ നടത്തേണ്ടത്. പരീക്ഷയ്ക്ക് പോകാൻ നേരം പറയുകയാണെങ്കിൽ ഞാൻ തോക്കും എന്ന് പറഞ്ഞാൽ തോക്കത്തിലിട വിജയിക്കും എന്നല്ല പറയേണ്ടത്. പിന്നെയോ നീ ഇപ്പോ ആ പരീക്ഷയെക്കുറിച്ച് വളരെ ഓവർവെൽംഡ് ആണ്, അല്ലേ? ആകാംക്ഷ കൂടുതലുണ്ട്. ലെറ്റ് ഇറ്റ് കം, അത് വന്നോട്ടെ. 5 മിനിറ്റ് നമുക്ക് വെറുതെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവനെ ശാന്തമാക്കിയാണ്ടതുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ പരീക്ഷയ്ക്ക് തോന്നുന്നത് നീ എന്താണ് ഇത്ര നേരം പഠിച്ചുകൊണ്ട് ഇതുവരെ പഠിച്ചൊക്കെ എന്ത് ചെയ്യും, മറന്നു പോയോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ അങ്ങോട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉള്ളത് കൂടെ പോകും. അതുകൊണ്ട് അവരെ ശാന്തമാക്കി ഒരു ശാന്തമായ അന്തരീക്ഷം കൊടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യുവർ കാംനെസ് കൗണ്ട്. നിങ്ങൾ കാമായിരിക്കുക. നിങ്ങൾ എക്സൈറ്റഡ് ആയാൽ, അല്ലേ, ആൻഷ്യസ് ആയാൽ അത് അവനെ ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. ഇപ്പോഴത്തെ പരീക്ഷയെ കുറിച്ചും എങ്ങനെയൊക്കെ നമുക്കതിനെ അവരെ ഒരുക്കാം എന്നുള്ളതിനെ കുറിച്ചും പറയാം. സാർ, ഒരു വീഡിയോ ഇടുന്ന കാര്യം പറഞ്ഞിരുന്നു, ചെയ്യുന്നുണ്ടോ? അല്ല, അത് ഇനി വേണ്ടേ? വേണ്ട സാർ, വേണ്ട. സമയം ഇത്രയാണ്. Q&A പോവാം. ഓക്കെ. സോ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. പരീക്ഷ സമയമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഷ്യസ് പാരൻറ്റിംഗ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തുകൊണ്ട് പേരൻസ് കോൺഷ്യസ് ആകണം? കാരണം എക്സാമിനേഷൻ നടക്കുന്ന ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ എപ്പോഴും ജാഗരൂകരായി മാതാപിതാക്കൾ ഉണ്ടാകണം, അധ്യാപകരും ഉണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേര് വളരെ അന്വർത്ഥമാണ്. വളരെ കൃത്യമായി കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്, അതെല്ലാം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. സോ താങ്ക് യു ജോസഫ് സാർ. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നിങ്ങളുടെ കമൻസ് പറയുന്നതിൻ്റെ കൂടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനോടുകൂടെ ചോദിക്കുകയോ പറയുകയോ കൂടുതൽ ഷെയർ ചെയ്യാനുള്ളത് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഡിസ്കഷനിലേക്ക് പോകാം. നമുക്ക് മനോഹർലാൽ സാർ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു സാബു സാർ. നമ്മുടെ നല്ല സൗമ്യമായ രീതിയിൽ സാർ ഈ ക്ലാസ് കോൺഷ്യസ് പാരന്റിങ് എന്ന് പറഞ്ഞ ക്ലാസ് ഇവരെ അവതരിപ്പിച്ചു. നല്ല ഒരു ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കോൺഷ്യസ് പാരന്റിങ് എന്ന് ഏറ്റവും വലിയ ഒരു പ്രസക്തമായ ഒരു സബ്ജക്റ്റാണ്. സാർ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ഇദ്ദേഹത്തിന്റെ ഒരു സംഭാഷണത്തെ തിരുത്തി ഞാനൊന്ന് പറയാം. എന്നുവെച്ചാൽ കോൺഷ്യസ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി റിയാക്റ്റീവ് പാരന്റിങ്ങിനെ റിഫ്ലക്റ്റീവ് പാരന്റിങ്ങിലേക്ക് മാറ്റമാണ് കോൺഷ്യസ് പാരന്റിങ് എന്ന് പറയുന്നത്. റിയാക്റ്റീവ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ അമിഗ്ദല, നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ പോലെ അമിഗ്ദല ഡ്രിവൻ റെസ്പോൺസ് ആയിരിക്കും എപ്പോഴും. നമ്മളൊക്കെ അതിനാണ് പൊതുവെ ആളുകൾക്ക് ഉണ്ടാവുന്നത്. അതായത് അമിഗ്ദല, അതായത് ലിംബിക് സിസ്റ്റം റിട്ടേൺ ചെയ്യുന്ന സമയം കോർട്ടിസോൾ ഉയരും. പ്രീഫോണ്ടൽ കോർട്ടക്സിലുള്ള റീസണിങ് ആൻഡ് ഇമ്പൾസ് കൺട്രോള് താൽക്കാലികമായി കുറയുന്ന ഒരു അന്തരീക്ഷമാണ്. സാധാരണ മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടാവുന്ന പ്രതികരണം, ഓവറായിട്ടുള്ള പ്രതികരണം ഉണ്ടാവുന്നത്. ധാരാളം കുട്ടികളെ പഠിക്കാതിരിക്കുമ്പോൾ പഠിക്കുക എന്ന് പറഞ്ഞ ട്രിഗറിങ്, നിന്റെ ഭാവി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പേടിപ്പെടുത്തുന്ന, നീ 10ാം ക്ലാസ് അല്ലേ, നീ +2 അല്ലേ, നിന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. പക്ഷെ റിഫ്ലക്റ്റീവ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ അതിന് പ്രീഫോണ്ടൽ കോർട്ടക്സിന്റെ റെഗുലേറ്ററി റെസ്പോൺസ് ഉള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള പറയുന്ന കാര്യമാണ്. കാരണം നമ്മളവിടെ പാരന്റ് സ്വന്തമായിട്ട് ആദ്യം അവന്റെ നമ്മുടെ ഇമോഷൻ തിരിച്ചറിഞ്ഞു നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോൾ ആ ട്രിഗറിങ് അവിടെ കുട്ടിയിലേക്ക് പോകുന്നില്ല. ആ ഒരു തരം ഒരു പാരന്റിങ്ങിലേക്ക് നമ്മൾ മാറുകയാണ് വേണ്ടത് കോൺഷ്യസ് പാരന്റിങ്. എനിക്കിപ്പോൾ ടെൻഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുട്ടിയോട് വല്ലാതെ അടുത്ത് പോയിട്ട് കുട്ടിയെ ട്രിഗർ ചെയ്യരുത് എന്നുള്ളതൊരു ബോധം ഉണ്ടാകുന്ന ഒരവസ്ഥ. നമുക്ക് സ്വയം ഒരു ബോധം ഉണ്ടാവും. അറ്റാച്ച്മെന്റ് തിയറി അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഈ സമയത്ത്
കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാവുന്ന, റെസിലിയൻസ് കൂടുതലാവുന്ന ഒരു സമയമായിരിക്കും. അപ്പം നമ്മൾ കുട്ടിയുടെ നെർവസ് സിസ്റ്റം സെൽഫ് റെഗുലേറ്റഡ് ആയിട്ട് മാറുന്നില്ല. അപ്പം പാരന്റ് കാം ആയാൽ ചൈൽഡിന്റെ പാരസിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യും. നേരെ മറിച്ചാണെങ്കിലോ പാരന്റ് പാനിക് ആണെങ്കിൽ ചൈൽഡിന്റെ സിമ്പത്തറ്റിക് ഓവർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ലോങ് ടേമിൽ ഇത് റിപ്പീറ്റഡ് കോ റെഗുലേഷൻ, സെൽഫ് റെഗുലേഷൻ സ്കില്ല് നമുക്ക് ഉണ്ടാക്കാം റിഫ്ലക്റ്റീവ് പാരന്റിങ്ങിലൂടെ. ഇത് കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള ടെക്നിക്കൽ ടേമാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ശാസ്ത്രീയമായ സമീപനം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ റിയാക്റ്റീവ് പാരന്റിങ് റിഫ്ലക്റ്റീവ് പാരന്റിങ്ങിലേക്ക് നമ്മൾ മാറുക എന്നതാണ്. കുട്ടിയുടെ പെരുമാറ്റത്തിന് പിന്നിലെ വികാരം മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ആ ഒരു അവസ്ഥയാണ് നമ്മൾ പരീക്ഷാ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. കുട്ടിയെ ചേർത്ത് പിടിച്ച് കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം കാണുമ്പോൾ അത് മനസ്സിലാക്കി, ഇത് എന്താണെന്ന് മനസ്സിലാക്കി, ഇത്രയും ദിവസം നമ്മളിപ്പോൾ സാധാരണ ചോദിക്കുക എത്ര ദിവസം ഉണ്ടായിട്ടും നീ പഠിക്കാത്തത് നിന്റെ ഭാവി അനിശ്ചയത്തിലാവും എന്ന് പറയുമ്പോൾ ചൈൽഡിന്റെ ആൻസൈറ്റി സ്വാഭാവികത കൂടും, ഷെയിമാവും, ഫിയർ ആവും, ഇതെല്ലാം വരും. പക്ഷെ അതേ സമയത്ത് എനിക്കിപ്പോൾ കോൺസെൻട്രേഷൻ ബുദ്ധിമുട്ടാണ്, നമുക്കൊരു 30 മിനിറ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഒന്ന് എടുത്തിട്ട് അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് അവൻ്റെ ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആ ഒരു പ്രയാസം ഒന്ന് ബാലൻസ് ചെയ്യിക്കുന്ന രീതിയിൽ നമ്മൾ മാറുകയാണെങ്കിൽ കുട്ടിക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ടെക്നിക്കാണല്ലോ അത്. അപ്പൊ നമ്മളതിന് പകരം പാരൻസ് പറയുമ്പോൾ എപ്പോഴും ഫോൺ മാത്രമാണ്, നീ നിന്റെ ഫോൺ എടുത്ത് അവൻ വലിച്ചെറിയും എന്നൊക്കെ പറയുമ്പോൾ അവന് ഷെയിമായി. അപ്പൊ അവനോട് ചോദിക്കാം, നീ എന്തുകൊണ്ടാണ് ഇപ്പൊ ഫോൺ ഉപയോഗിക്കുന്നത്? നിന്റെ സാധാരണ ഫോണൊന്നും ഉപയോഗിക്കുന്ന ഒരു കുട്ടികൾക്കൊരു എന്താ പറയുക, കുട്ടികൾ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങൾക്ക് ഒരു സുഖം കിട്ടുന്നത് ഈ ഫോൺ ഉപയോഗിക്കുമ്പോഴാണ്. അപ്പൊ അത്രയും സ്ട്രെസ്ഫുൾ ആയ ഒരു അന്തരീക്ഷത്തിലാണ് അവൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഫോൺ അഡിക്ഷൻ ഒരു കാരണമാണ്. അപ്പൊ ഇതൊക്കെ നല്ല രീതിയിൽ ഇവിടെ സാർ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, പല ആളുകളും നമുക്കിതിൽ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് തിയറീസ് ഇതിനെ അനുബന്ധിച്ചുള്ള തിയറി ഉണ്ട്. നമുക്ക് അറ്റാച്ച്മെന്റ് തിയറി ഉണ്ട്, മെന്റലൈസേഷൻ തിയറി ഉണ്ട്, അതായത് പീറ്റർ കൊണാഗിയുടെ റിഫ്ലക്റ്റീവ് പാരന്റിങ്ങിന്റെ 4 കൺസെപ്റ്റ് ഇതിലാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ പഠിച്ച ചില സൈക്കോളജിക്കൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ റിഫ്രഷ് ആവുന്നത്, ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാകുന്നതൊക്കെ ഒരു രസമായിരിക്കും. ഓക്കെ, താങ്ക് യു സർ, നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നമ്മൾ കോട്ടയം ജില്ലയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഉണർവിൻ്റെ 19ാമത്തെ ക്ലാസ്സാണിത്. ഔദ്യോഗികമായി ഉണർവിൻ്റെ ഭാഗത്ത് കോട്ടയം ജില്ലയുടെ ഭാഗമായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞതിന് ശേഷം ബാക്കി ബാക്കി കമൻസിലേക്ക് പോകാം. അതിനുവേണ്ടി ജില്ലാ പ്രസിഡന്റ് ബാബു തോമസ് സാറുണ്ട്. ബാബു സാർ. ഏറ്റവും പ്രിയപ്പെട്ട PCTA കുടുംബാംഗങ്ങളെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് നയിച്ചത് സ്റ്റേറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോസഫ് ജോൺ സാറാണ്. ഇത് പരീക്ഷാക്കാലം. ഈ പരീക്ഷാക്കാലത്ത് നമ്മുടെ കുട്ടികളും മാതാപിതാക്കളും ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായ രീതിയിൽ സാറ് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. സ്ക്രീൻ ഷെയറിംഗ് ഒക്കെ നടത്തി കോൺഷ്യസ് പേരന്റിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ പഴയ രീതിയിലുള്ള കുട്ടികളുടെ എക്സാമിനേഷൻ അപ്രോച്ച്, പുതിയ രീതിയിൽ ഉള്ള കുട്ടികളുടെ മാറ്റങ്ങൾ, അപ്പൊ ഇതൊരു താരതമ്യ പഠനം കൂടെ നടത്തി. നമ്മളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ പരീക്ഷയെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത്, അല്ലെങ്കിൽ അന്നത്തെ ആ പേരന്റിങ് എങ്ങനെയായിരുന്നു, പുതിയ രീതിയിലെ കുട്ടികളുടെ സമീപനങ്ങൾ, പുതിയ രീതിയിലുള്ളതായ പേരന്റിങ് എങ്ങനെയായിരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, പ്രത്യേകിച്ചും നമ്മുടെ പുതിയ പ്രോജക്റ്റ് വരികയാണ് പുനർജനി. അപ്പൊ അതിനൊക്കെ പ്രയോജനപ്പെടുന്നതായ കാര്യങ്ങളൊക്കെ തന്നെയാണ് സാർ ഇവിടെ വിശദീകരിച്ചത്. കോട്ടയം PCTയുടെ പേരിലുള്ളതായ കൃതജ്ഞതയുടെ നറുമലരുകൾ ജോസഫ് ജോൺ സാറിന് സമർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്
ഡോക്ടർ മനോഹർ ലാൽ സാറ് വളരെ നേരത്തെ തന്നെ ഈ പ്ലാറ്റ്ഫോമിലെത്തി നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തു. നമ്മളുടെ എല്ലാ പ്രോഗ്രാമിനും സാർ എത്താറുണ്ട്. സാറിനും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. കോട്ടയം ജില്ലയിലൂടെ മറ്റ് ഭാരവാഹികള്, മെമ്പേഴ്സ്, ഇതര ജില്ലയുടെ ഭാരവാഹികള്, മെമ്പേഴ്സ് എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിജയ് സാറൊക്കെ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. എല്ലാ ഭാരവാഹികൾക്കും മെമ്പേഴ്സിനും പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തേണ്ട മറ്റൊരു വ്യക്തി ഡോക്ടർ സാബു കേരളം തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ദിവസം ക്ലാസ്സിന് നിശ്ചയിച്ചിരുന്നത് മറ്റൊരു വ്യക്തിയാണ്. ഔചാരികമായ ചില കാരണങ്ങളാൽ ആ വ്യക്തിക്ക് ക്ലാസ് എടുക്കാൻ പറ്റാതെ വന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് സാറ് നടത്തുകയുണ്ടായി. നമുക്കറിയാം, ഇത് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ഈ ക്ലാസ് സ്ഥിരമായി കണ്ടക്ട് ചെയ്യുക, കൃത്യമായ സമയത്ത് ഇത് അവതരിപ്പിക്കുക തുടങ്ങിയവയെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ പ്രതിസന്ധികളിൽ തളരാതെ വളരെ കൃത്യതയോടെ ഈ പ്രോഗ്രാം നയിക്കുന്ന ഡോക്ടർ സാബു കേരളത്തിനും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് നല്ലൊരു ഫീഡ്ബാക്കാണ് ലഭിക്കുന്നത്. അതിനെല്ലാം ഒരു സൂത്രധാരനായിരിക്കുന്നത് സാബു സാറ് തന്നെയാണ്. ഞങ്ങളൊക്കെ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉള്ള വ്യക്തികൾ മാത്രമാണ്. പ്രത്യേകമായി സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇതിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന നമ്മുടെ മഹനീയ വ്യക്തികളുണ്ട്. അവരുടെ എല്ലാം ഞങ്ങൾ വളരെ ആദരവോടെ തന്നെ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും വളരെ പ്രമുഖരായ വ്യക്തികൾ തന്നെയാണ്. എല്ലാ സ്ഥിരം പാർട്ടിസിപ്പൻസിനും നന്ദിയുടെ നറുമലരുകൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും ബാബു സാർ പറഞ്ഞതുപോലെ ഇന്നത്തെ ക്ലാസ് ജോസഫ് സാറിനെ കൃത്യമായിട്ട് പറഞ്ഞ് ഏൽപ്പിക്കുകയായിരുന്നു. സാർ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷം. അല്ലെങ്കിൽ ഒരു പക്ഷേ മനോഹർലാൽ സാറോ അതുമല്ലെങ്കിൽ ഞാനോ ഒക്കെ എടുക്കേണ്ടി വന്നേനെ. എന്തായാലും ജോസഫ് സാർ അത് വളരെ കൃത്യമായിട്ട് ചെയ്തു. ഓക്കെ, ജ്യോതികുമാർ സാർ പറയും. നമസ്കാരം. ജോസഫ് ജോൺ സാർ, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് താങ്കൾ പുനർജനിയുടെ വൈസ് പ്രസിഡന്റ് ആണ്, അല്ലേ? അല്ല, നമ്മളെ PCTA വൈസ് ചെയർമാനാണ്. ഗുഡ്. അതെ, പറയാ. അതേപോലെ അത് ഇന്നാ ഞാൻ ശ്രദ്ധിച്ചത് മനോഹർലാൽ സാറാണ് അതിന്റെ പ്രസിഡന്റ് എന്നും. ഓക്കെ, നമ്മളെല്ലാം കേൾക്കുമെങ്കിലും ഇന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് അതിന് ശ്രദ്ധിച്ചത്. താങ്ക് യു. ഞാനും എന്തായാലും നിങ്ങളെ കൂടെ ഉണ്ടാവും. പിന്നെ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഗംഭീരം. കാരണം 2 ദിവസവും ശരിക്കും പറഞ്ഞാൽ ഇന്നലെയും ഇന്നും ശരിക്കും ഒരു പേരന്റ് എങ്ങനെയായിരിക്കണം കുട്ടികളെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതിന് പേരൻസിന് നല്ല കോൺഫിഡൻസ് തൻ്റെ മക്കളിൽ വേണം. അതൊരു പ്രധാന ഘടകമാണ്. അതാണ് കാരണം ഈ കാലം മാറി. പഴയ കാലത്ത് നമ്മൾ ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ് ഒരു കാലം, ഇല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? ബാങ്ക്, ഇൻഷുറൻസ് അല്ലെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ. നമ്മളെ കാലത്തെ പറ്റി ഞാൻ പറയാണ്. ഇന്ന് നേരെ തിരിച്ചായി. ഇന്നിപ്പം സ്റ്റാർട്ടപ്പാണ്. എത്ര വലിയ പിള്ളേരും എക്സെപ്റ്റ് ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ എഞ്ചിനീയറിങ് ഏത് സ്ട്രീമിലാണെങ്കിലും സ്റ്റാർട്ടപ്പിലേക്കാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. അവരതിൽ വിജയിക്കുന്നുണ്ട്. കണ്ടുവോ എന്തൊരു മാറ്റാ അത്? ആ ഒരു കോൺഫിഡൻസ് ലെവല് കുട്ടികളിൽ വന്ന് കണ്ടോ? എത്രയോ സ്റ്റാർട്ടപ്പുകൾ ഇല്ലേ? പലതും ഇന്നിപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗാഡ്ജറ്റ് മുഴുവൻ തന്നെ പല സ്റ്റാർട്ടപ്പ് ആളുകളും ഉണ്ടാക്കിയതാണ്, കുട്ടികൾ ഉണ്ടാക്കിയതാണ്. കല്യാണം പോലും കഴിക്കാത്ത ചെറുപ്രായത്തിലുള്ള കുട്ടികൾ. അതൊക്കെ കഴിഞ്ഞിട്ട് മതി കല്യാണം. ഇന്നത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. ആ ലെവലിലേക്ക് ഇന്ന് മാറിയിട്ടുണ്ട്. അത് നമ്മൾ ഇന്നത്തെ പേരൻസ് ശരിക്കും തിരിച്ചറിയണം. അല്ലാതെ ഈ ഒരു നമ്മൾ പറയില്ലേ, നമുക്ക് ഒരു ഇതുണ്ട്, എന്താ, ഡോക്ടർ, എഞ്ചിനീയർ, മറ്റേ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ, അതിൽ നിന്നൊക്കെ മാറി ഇന്ന് കലാകാരന്മാർ വിജയിക്കുന്നു, ഇല്ലേ? ഫുട്ബോളേഴ്സ് അല്ലെങ്കിൽ സ്പോർട്സിൽ എല്ലാത്തിലും താല്പര്യമുള്ള കുട്ടികളെ അതിലേക്ക് നയിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ പാരൻസിന് ഉണ്ടായാൽ അവര് ശരിക്കും ലോകം കീഴടക്കും. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. വളരെ നല്ല ക്ലാസ്സാണ്. ഞാനത് കൂടുതൽ ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളിപ്പം എന്താ മനോഹർലാൽ സാർ പറഞ്ഞ പോലെ പേരൻസ് വളരെ കാമായിരുന്നാൽ തന്നെ കുട്ടികൾ രക്ഷപ്പെടും. നമ്മളാണ് ഇവരെ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്നത്.
എനിക്ക് ഓർമ്മയുണ്ട്, മൂവാറ്റുപുഴയിൽ ചീഫ് മാനേജറായി ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എന്നോട് 2 പേര് വന്നിട്ട് പറഞ്ഞു, സാറേ ഈ വർഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കും. അപ്പൊ നമുക്ക് ആള് വേണ്ടേ? അല്ല, എന്താ പ്രശ്നം? അല്ല, മകൻ SSLC-യാ, മകൾ SSLC-യാ, അതുകൊണ്ട് നിങ്ങളാണ് പരീക്ഷ എന്ന്. അല്ല, അപ്പൊ വൈഫില്ലേ വീട്ടിലുണ്ട്, വൈഫ് എന്താ ജോലി ഉണ്ടാവും? ഇല്ല, വൈഫ്. പക്ഷെ ശരിയാവില്ല, ഞാനില്ലെങ്കിൽ എല്ലാം ആകെ പ്രശ്നമാണ്. ഞാൻ അന്നേരം അത്ഭുതപ്പെട്ടു പോയി. അല്ല, നമുക്കും 2 പിള്ളേരുണ്ടായിരുന്നല്ലോ ഈശ്വര, അവരെ നമ്മൾ അങ്ങനെ ലീവൊന്നും എടുത്തിട്ടില്ലല്ലോ, ഇതെങ്ങനെ രക്ഷപ്പെട്ടല്ലേ അവര് പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല, ഇവര് അനാവശ്യമായിട്ട്, കാരണം പല പേരൻസും തുറന്നു പറയാണ്, ചില പേരൻസ് തന്റെ മക്കൾ SSLC ക്ലാസ്സിൽ എത്തുമ്പോഴാണ് അറിയുന്നത്, അയ്യോ മകൻ ഇക്കൊല്ലം SSLC ആണ്. അതുവരെ ഇവരെവിടെയായിരുന്നു? അതാണ് എന്റെ ചോദ്യം. വേണ്ട സമയത്ത് വേണ്ട തരത്തിലുള്ള വളം ചെയ്യണ്ടേ? കതിരിന് വളം വെച്ചിട്ട് കാര്യമുണ്ടോ? അതാണ് എനിക്ക് ആകത്തുകയായിട്ട് പറയാനുള്ളത്. ഏത് പേരന്റും 5th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ്, 4ാം ക്ലാസ് വരെ കുട്ടികൾ കളിച്ചു വളരട്ടെ. ശരിക്കും പറഞ്ഞില്ല, ഓൺവേർഡ്സ് അടുത്ത സിമ്പിളായിട്ട് അവർ പരീക്ഷ എഴുതും, പാസ്സാവുകയും ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ലെവലിലേക്ക് അവരെത്തുകയും ചെയ്യും. പക്ഷെ വിടില്ലല്ലോ, അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ പഠിക്കൂ പഠിക്കൂ പഠിക്കൂ, കേട്ട് 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 ഉപദേശിച്ച് മതിയായി. ഇതാണ് അവസ്ഥ. ജസ്റ്റ് ഞാൻ പറയാണ്. താങ്ക് യു, വളരെ നല്ലൊരു പ്രസന്റേഷൻ സർ. വീണ്ടും കാണാം. താങ്ക് യു സാബു സർ, താങ്ക് യു. താങ്ക് യു സർ. നല്ലൊരാളെ തന്നെ ശരിക്കും നമുക്ക് ഇന്നും കിട്ടി. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ശരിക്കും ജോസഫ് സാർ ക്ലാസ് എടുത്ത പോലെ തന്നെ പേരൻസ് ആകണം, അല്ലേ? വളരെ കറക്റ്റ് സോഫ്റ്റ് കറക്റ്റ് ആയിട്ട് കറക്റ്റ് കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ പിള്ളേർ രക്ഷപ്പെട്ടു പോകും, ഉറപ്പാ. ഓക്കെ, രാജ് നമ്മൾ സാർ. അനാവശ്യമായിട്ട് നമ്മൾ പേടിക്കുകയാണ്. അതൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ ഇപ്പം പല അടിമകളാവുന്നു, മറ്റതിന്റെ ആവുന്നു, എല്ലാം പേരൻസിന്റെ കുഴപ്പമാണ്. സത്യം പറഞ്ഞാൽ അവരെ ചേർത്ത് പിടിക്കാത്തതുകൊണ്ടാ Yeah. പറയാം. സാറേ, നമ്മളുടെ കാലമല്ല, കാലം മാറിപ്പോയി, കാരണം വളരെ ശ്രദ്ധിക്കണം, അല്ലേ? അത് രാജ് സാർ. സാറേ, എന്താണെന്നറിയോ, ഒരു പേരന്റിന് അറിയില്ല തന്റെ ക്ലാസ്സിൽ ടീച്ചർ ആരാന്ന് അറിയില്ല. ആകെ പോവുക പാരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗിന്റെ സമയത്ത് മാത്രം, അത് കൊല്ലത്തിൽ ഒന്നായിട്ട് നടക്കുക. അതേ സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലാസ് ടീച്ചറെയോ ഹെഡ് മാസ്റ്ററെയോ ഒന്ന് കാണുക. ഞാൻ ഇന്നേ കുട്ടിയുടെ ആളാണ്. അപ്പം ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യും? കുട്ടീനെ വിളിപ്പിക്കും. അപ്പൊ മനസ്സിലായി ഈ കുട്ടി. ഇതൊക്കെ നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്താ. സത്യം പറയാം, ഞാൻ ഒരു അഹംഭാവോ അനുഭവം അല്ലെങ്കിൽ അഭിമാനത്തോടെ കൂടെ ഞാൻ പറയും, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ വൈഫിനെ വിടും. സത്യം. എന്നിട്ട് ആ ടീച്ചേഴ്സിന്റെ നമ്പറെല്ലാം ഇന്നും ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതെങ്ങനെയാ? 1ാം ക്ലാസ്സിൽ ടീച്ചറെ മുതൽ ഇന്നും നമുക്ക് ബന്ധമുണ്ട്. എന്തുകൊണ്ടാ കാര്യം? സത്യം പറയാം. അത് പറയുമ്പോൾ നിങ്ങളത് വിശ്വസിക്കില്ല. തെളിവ് ഞാൻ തരാം നിങ്ങൾക്ക്. അത് സത്യം. 3 മാസത്തിൽ ഒരിക്കൽ എവിടെയാണെങ്കിലും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലേ, വൈഫിനോട് പോകാൻ പറയും. എന്നിട്ട് ടീച്ചർ കാണാം എന്താണ് സ്ഥിതി, എങ്ങനെയാണ്. അപ്പൊ ടീച്ചേഴ്സ് നമ്മളെ ബുക്കിൽ പലതും കുറിക്കുന്നുണ്ട്, ഇല്ലേ? യൂണിറ്റ് ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, ക്വാർട്ടർലി ടെസ്റ്റ്, ഹാഫ് ഇയർലി ടെസ്റ്റ്, ഇയർലി ടെസ്റ്റ്, ഏത് ക്ലാസ്സിലും ഇത് നടക്കുന്നുണ്ട്. അപ്പൊ അവരെന്തൊക്കെയാണ് ചുവന്ന മഷി കൊണ്ട് എഴുതി വെക്കുന്നത്? യു ഹാവ് ടു ലിറ്റിൽ മോർ ഇംപ്രൂവ്, യു ഹാവ് ടു ഇംപ്രൂവ് ലിറ്റിൽ മോർ. അല്ലെങ്കിൽ 20 ചോദ്യത്തിൽ 10 തെറ്റ്, 10 ശരി. എന്ത് പറ്റി ടീച്ചറെ? എന്താണ്? കുട്ടീനെന്ന് പറയണ്ട, ടീച്ചറുമായിട്ട് സംസാരിക്കുക. അപ്പൊ ടീച്ചർ കുറച്ചും കൂടി അറ്റൻഷൻ എടുക്കും. ഓ, ഇത് നിങ്ങളെ കുട്ടി, ഇത് നിങ്ങളെ കുട്ടി, മനസ്സിലായി. അപ്പൊ ചോദ്യം മുഴുവൻ അങ്ങോട്ടായി. കുട്ടിക്കും മനസ്സിലായി എന്താണ്. നമ്മൾ എന്ത് സ്കൂളിൽ നിന്ന് കളിച്ചാലും കല്യാണത്തിന് പോകുമ്പോൾ ടീച്ചറെ കാണുമ്പോൾ അതാ ടീച്ചറോ അച്ഛനും അമ്മയും തമ്മിൽ നല്ല ബന്ധം. കുട്ടിക്ക് പിന്നെ കളിക്കാൻ പേടിയായി. പുറത്തുനിന്ന് നമ്മളെ പേരൻസിനെ ടീച്ചേഴ്സ് തിരിച്ചറിയണം. പേരൻസ് അല്ല, ടീച്ചേഴ്സ് പേരൻസിനെ പുറത്ത് എവിടെ വെച്ച് കണ്ടാലും, അർജുന്റെ അച്ഛനാണല്ലേ, ശ്രീലക്ഷ്മിയുടെ അച്ഛൻ അല്ലെ, ശ്രീലക്ഷ്മിയുടെ അമ്മയല്ലേ, അതെ അതെ അതെ, ആ ലെവലിലേക്ക് പേരൻസ് മാറണം. സത്യം പറയാം. എങ്കിൽ നമുക്ക് കോൺഫിഡൻറ്റോട് കൂടി വിടാം. നമ്മൾ ഫ്രീ ആവുകയും ചെയ്യും. മതി. ഞാൻ ഇന്നലത്തെ ക്ലാസ് പറഞ്ഞു, വിത്ത് ഗുണമുണ്ട്, അതും കൂടി നമ്മൾ ഓർക്കണം. സാറേ, അത് അങ്ങനെ നിർബന്ധമില്ല. അച്ഛന്റെ SSLC ബുക്ക് ഒന്ന് എടുക്കുന്ന പറഞ്ഞാൽ ഞാൻ ഓടും, പുസ്തകം എടുത്തിട്ട്. കാണിക്കില്ല കൊന്നാൽ. അത് അന്നത്തെ കാലം. അങ്ങനത്തെ ഞാനാണ് പറയുന്നത് ഈ മറ്റേ ആവണം, കലക്ടർ ആവണം. പക്ഷേ നമ്മള് ചെയ്യേണ്ടത് ചെയ്യാം. പക്ഷെ ചെയ്യേണ്ടത് ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് ഉള്ളത്. അല്ലാതെ നമ്മൾ കോംപ്ലക്സ് കൊണ്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ സർ, താങ്ക് യു. ഞാൻ ജസ്റ്റ് സാറേ, പറഞ്ഞു. എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ പറയൂ സർ. എൻ്റെ മോള് എഞ്ചിനീയറിംഗ് പഠിച്ചതാ. എഞ്ചിനീയറിംഗ് ഒരിക്കൽ പോലും ഞാൻ കോളേജിൽ പോയിട്ടില്ല, അഡ്മിഷൻ അല്ലാതെ.
അപ്പൊ ഒരു കണ്ടീഷൻ പുള്ളിക്കാരി എന്നോട് കോളേജിൽ പറഞ്ഞുള്ളൂ. പോയാൽ അവർ ഇഷ്ടപ്പെടില്ലേ സാറേ? അല്ല അവര് കോളേജിലേക്ക് ഒരു പോയി കണ്ടീഷൻ മകനും മകളും പറഞ്ഞുള്ളൂ, വരെയേ വേണ്ട, ഒരു ഫ്രണ്ട് വരെ കാരണവശാലും ആ വരരുത്, ഒരു ഉം. കാരണവശാലും വരരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ വരത്തില്ല, പക്ഷെ എന്നെ വരുത്തരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും വരുത്തിയില്ല. സാറിന് ഇഷ്ടമാണ് നല്ലത് അല്ലാതെ ആ, ഞാൻ പറയാം, നമ്മള് കോളേജിൽ എത്തുമ്പോഴത്തേക്ക് സ്റ്റൈലൊന്നും മാറുകയാണ്. അപ്പോ പേരൻസ് ഒന്നും വരണമെന്നില്ല. അയ്യോ എന്റെ അച്ഛൻ ഇത്ര വയസ്സനല്ലേ എന്ന് മറ്റു കുട്ടികൾ കാണും, അത് വേണ്ട. പക്ഷേ സ്കൂള് SLC വരെ പിന്നെ നമ്മുടെ കയ്യിലാണല്ലോ ഉള്ളത്, അതുകൊണ്ടും. ഇത് നമ്മുടെ ഇന്നത്തെ സെഷൻ SLC വരെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ്. അതെ അതെ, കറക്റ്റ് 10ാം ക്ലാസ് വരെ. പറയാം. അല്ല അതൊരു വിശ്വാസം സാർ, ഒരു ട്രസ്റ്റ് ആണ്. ആ ട്രസ്റ്റ് Trust ആണ്. ആ. Best അല്ല, base അതാ. അന്നേരം അവർ വേറൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞുണ്ട്. +2 കഴിയുമ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവായി കഴിഞ്ഞു. അവരെ കേൾക്കാനും ആ, അവരോട് ഉം. സംസാരിക്കുവാനൊക്കെ ചെയ്യാൻ അതിനു പറ്റും. പക്ഷെ അത് മുമ്പുള്ള പലപ്പോഴും ആ, സാധിക്കത്തില്ല എന്നുള്ളതാണ് ഉം. നഗ്നമായ സത്യം. അതെ, Yes, അപ്പൊ yes. ഒരു ഫ്രണ്ടായിട്ട് കരുതാൻ പറ്റണം നമുക്ക്, ഫ്രണ്ട്സിനെ പോലെ അവരെ. ഫ്രണ്ടായിട്ട്. അതാണ്. Yes. രാജു സാർ പറയും. താങ്ക് യു സാബു സർ. ഇത് പരീക്ഷാകാലമാണ്. വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ജോസഫ് ജോൺ സാർ എടുത്തത്. പലപ്പോഴും നമ്മളെ കുട്ടികളെ പലപ്പോഴും നമ്മൾ എന്താ പറയുന്നത്, അവരെ നമ്മൾ നിസ്സാരരായിട്ട് കാണുകയാണ്. മേക്ക് ദം ഫീൽ ഇമ്പോർട്ടൻറ്റ്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്നത് നമ്മൾ ഫ്രണ്ടായിട്ട് കാണണമെന്നാണ്. മേക്ക് ദം ഫീൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതാണ് സാർ കൂടുതലായിട്ട് പറഞ്ഞത്. തീർച്ചയായിട്ടും അവരെ നമ്മൾ നമ്മുടെ ഒരു ഭാഗമായിട്ട്, നമ്മുടെ കുട്ടികളെല്ലാവരും നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളാണെന്ന രീതിയിൽ തന്നെ അവരെ കാണേണ്ട ആവശ്യമാണ്. അല്ലാതെ അതോറിറ്റേറിയൻ പാരന്റിങ് ആകരുതെന്നാണ് എനിക്ക് കൂടുതലായിട്ട് ഉദ്ദേശിച്ചത്. കോൺഷ്യസ് പാരന്റിങ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾ പാരന്റിങ് എന്ന് പറയാം. കോൺഷ്യസ് പാരന്റിങ് എന്നാണ് സാറിന്റെ ശീർഷകം. മൈൻഡ്ഫുൾ പാരന്റിങ്. നിങ്ങളൊക്കെ മൈൻഡ്ഫുൾ ആയിരിക്കണം, ഏത് കാര്യം ചെയ്താലും മൈൻഡ്ഫുൾ ആയിരിക്കണം എന്നുള്ളത്. പാരന്റിങ്ങിലും മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം. പലപ്പോഴും അൺഹെൽത്തി കോമ്പറ്റീഷനാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതായത് അവനെ പോലാകണം, ഇവരെ പോലാകണം. അതായത് ഒരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റി നിനക്ക്, അവൻ എത്ര മാർക്കുണ്ട്, ഒരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുകയാണ് ഒരു മാർക്ക് അവിടെ പോയെന്ന്. അല്ലെങ്കിൽ അതായത് അവരെ ഇതാക്കുക. അപ്പോൾ നമ്മൾ കുട്ടികൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്ത്, കാരണം നിന്റെ ഫസ്റ്റ് റാങ്ക് പോകും. റാങ്ക് ഇല്ല, ശരിയാണ്, നിന്റെ 1ാം റാങ്ക് പോകും, നീ ആർക്കും ഷെയർ ചെയ്യരുത്. പക്ഷെ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി തറവാണ്. നമുക്കറിയാം, പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ തറവാണ്. അപ്പം കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, മറ്റുള്ളവർക്ക് അറിയാൻ മേലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. അതൊരു ഷെയറിങ് മെന്റാലിറ്റി അവർക്ക് പിന്നീട് ജീവിതത്തിലും ഉണ്ടാകും. അതായത് പലപ്പോഴും നമ്മൾ ഷെയറിങ് മെന്റാലിറ്റി ഉണ്ടാകുന്നതിൻ്റെ കാര്യമാണ് ഈ അൺഹെൽത്തി കോമ്പറ്റീഷൻ. നമ്മൾ കുട്ടികളിൽ തന്നെ ആ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് നമ്മൾ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാണ് പിന്നീട് മുതിർന്നു കഴിഞ്ഞാലും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കാത്ത. അതായത് ഈ ഷെയറിങ്ങിൻ്റെ അതായത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് യു മേക്ക് എ ലിവിങ് ബൈ വാട്ട് യു ഗെറ്റ്, യു മേക്ക് എ ലൈഫ് ബൈ വാട്ട് യു ഗീവ് എന്നാണ് പറയുന്നത്. അത് വലിയ മുതിർന്നവരെ കുറിച്ച് പറയുന്നതാണ്, അല്ലെങ്കിൽ സെൻസസിൽ പറഞ്ഞതായിട്ടുള്ള കാര്യമാണ്. യു മേക്ക് എ ലിവിങ് ബൈ വാട്ട് യു ഗെറ്റ്. കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജീവസന്ധാരണം നടക്കും. പക്ഷേ യു മേക്ക് എ ലൈഫ് ബൈ വാട്ട് യു ഗീവ്. നമ്മൾ പറയുന്നത് കൊണ്ടാണ് നമ്മളൊരു ജീവിതം ഉണ്ടാക്കുന്നത്. ജീവിതം എല്ലാം നമുക്കറിയാം. മഹാത്മാന്മാരെ കണ്ടു കഴിഞ്ഞാൽ പറയും അവർക്ക് ഒരുപാട് കൊടുക്കുന്നവരായിരുന്നു. അവരുടെ സമയവും അവരുടെ അറിവും പോലെ അവരുടെ ജീവിതമൊക്കെയും ഇവർക്ക് ഷെയർ ചെയ്യുന്നവരായിരുന്നു. അതുപോലെ കുട്ടികൾക്ക് അങ്ങനെയുള്ളൊരു അൺഹെൽത്തി ഹെൽത്തി കോമ്പറ്റീഷൻ കൊടുക്കേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ജോസഫ് ജോൺ സാർ എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ചെറുപ്പത്തിലോട്ട് ഈ പറയുന്നതായ ഷെയറിങ്ങും ഒക്കെ ഉണ്ടാവേണ്ട, മറ്റുള്ളവർക്കും മറ്റു കുട്ടികളോട് ഉണ്ടാവണം എന്നുള്ള സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി അവരെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ we make them feel important. നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളല്ല. തീർച്ചയായിട്ടും ദൈവത്തിന്റെ സമ്മാനങ്ങളാണ്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ സമ്മാനങ്ങളും ദൈവം പറയുന്നത് നിന്നെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന്. തീർച്ചയായിട്ടും മറ്റുള്ളവരെ നമ്മളെ പോലെ സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഉള്ള ആ മൂല്യബോധം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് മാത്രം ഇന്നത്തെ ഈ മൈൻഡ്ഫുൾ പാരന്റിങ് അല്ലെങ്കിൽ കോൺഷ്യസ് പാരന്റിങ് എന്നുള്ള ജോൺ സാറിന്റെ വിഷയം ഇന്നത്തെ ക്ലാസ് വളരെയധികം പ്രസക്തവും വളരെയധികം
വിലയേറിയതുമായിരുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചിട്ട് ബാക്ക് ടു താങ്ക് യു സർ. പത്മ മാം കേൾക്കാമോ? നമസ്കാരം. നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്നലത്തെ. എൻ്റെ ഒരു തുടർച്ച പോലെ അതിന് ആയിട്ടുള്ള ഒരു ക്ലാസ് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പൊ പഴയ കാലത്ത് കുറെ കുട്ടികളുള്ളതുകൊണ്ടായിരിക്കും പാരൻസ് അങ്ങനെ ഒരു ടെൻഷനൊന്നും അധികം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അവര് വളർന്നോളും, അവരെ കഴിവിനനുസരിച്ച് പഠിക്കുക, അങ്ങനെ ഒരു ഈസിയായി വിട്ടത പോലെയാണ് തോന്നുന്നത് പഴയ കാലത്ത്. പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികളെ എണ്ണം കുറഞ്ഞുകൊണ്ട് തന്നെ അവരെ ഉള്ള കുട്ടികളെ ഏറ്റവും നന്നാവുക, എല്ലാവരുടെ മുമ്പിൽ നന്നാവുക എന്നുള്ള രീതിയിലാണ് പാരൻസ് കൊണ്ട് നടക്കുക. ഇപ്പൊ രണ്ട് തരത്തിലായാലും അത് ദോഷകരമല്ല. അമിതമായിട്ട് ആ ഒരു ഇതാകുമ്പോൾ രണ്ടും ദോഷകരമായിട്ട് തന്നെയാണ് കുട്ടികളെ ബാധിക്കുക എന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഞാനും വിചാരിക്കുന്നത് എങ്ങനെയാ, അപ്പൊ ഒരു 15 വയസ്സ് വരെ നിങ്ങൾ കുട്ടിക്ക് നല്ലൊരു സ്വഭാവത്തിന്റെ ആയാലും സ്വഭാവ ഗുണം, വിദ്യാഭ്യാസം എന്തെന്നായാലും നല്ലൊരു അടിത്തറ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടിപ്പോ ഹോസ്റ്റലിലൂടെ ആയാലും അവരങ്ങനെ ആ ഒരു നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന പോലെ ആവൂല എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ നമ്മളെ സ്വന്തം ജീവിതത്തിൽ നിന്നല്ലായിട്ട് എനിക്കിങ്ങനെ തോന്നിയത്. അതുകൊണ്ട് പറഞ്ഞതാ, നമ്മൾ ആ കാലത്തല്ലേ നമുക്ക് കുട്ടികളെ കയ്യിൽ കിട്ടുന്നത്. ഇപ്പം തന്നെ അവരെ നല്ല രീതിയിലേക്ക് ആക്കിയൊരു രീതിക്കാക്കിയാല് പിന്നെ വലിയ ടെൻഷൻ അടിക്കേണ്ടി വരില്ലെന്ന് തോന്നുന്നു അവരെ പറ്റിയിട്ട്. പിന്നെ നമുക്ക് ഇപ്പൊ സ്വന്തം മക്കളായപ്പാന്നത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. നമ്മൾ പാരന്റ് ആയപ്പോൾ അത് ശരിക്കും എനിക്ക് മനസ്സിലായത്. അത്ര വരെ അതിനെപ്പറ്റിയൊന്നും അധികം ആലോചിച്ചില്ല. പക്ഷെ എങ്കിലും നമ്മൾ ഇപ്പൊ നമുക്ക് അതൊന്നും കുട്ടികളെ അധികം ഉത്തരവാദിത്വം ഇല്ലാതെ അല്ലെ അവരോടൊരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ ആരെങ്കിലും നോക്കിക്കോട്ടെ അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലെ ഒരിക്കലും പാരൻസ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഗ്രാൻഡ് പാരൻസിന് എൻ്റെ അടുത്തോ മറ്റു ബന്ധുക്കളടുത്തോ അങ്ങനെയൊന്നും വിട്ടിട്ട് അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ കുട്ടികളെ നമ്മളെ അടുത്തേക്ക് തിരിച്ചു കിട്ടണം എന്ന് വിചാരിച്ചാലും അത് ബുദ്ധിമുട്ടായിരിക്കും, ആ ഒരു അറ്റാച്ച്മെന്റിൽ. അപ്പൊ ഗ്രാൻഡ് പാരൻസിനൊന്നും സ്നേഹിക്കണ്ട അതല്ല പറയുന്നത്. പക്ഷെ ഫുൾ ഉത്തരവാദിത്ത പാരൻസിനെ ഏറ്റെടുക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ എനിക്കിപ്പോ സാറിനോട് ചോദിക്കാനുള്ളതില്ലേ, ചില പാരൻസ് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ പോലെ കുട്ടികളോട് പെരുമാറുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ അത് കുട്ടികളിൽ ഒരു കുറ്റബോധമായിട്ട് നിൽക്കൂലെ? അതിനെ പറ്റിയൊന്ന് പറയൂ സാറ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് അവരെ പേടിപ്പിച്ചിട്ടോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ശരിക്കും എന്താണത് ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് നല്ലതായിരുന്നു. ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കാമോ? ചില പാരൻസ് കുട്ടികളൊരു ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന പോലെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് സാറിനൊന്ന് പറയാൻ പറ്റും? ഇപ്പൊ അങ്ങനെയുള്ള ഇൻസ്റ്റൻസസ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്ന രീതിയിൽ, ത്രട്ടൺ ചെയ്യുന്ന രീതിയിൽ അല്ലേ? ഇപ്പൊ എനിക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്ത് നീ അതിന്റെ ഒന്നും നീ തിരി കാണിക്കുന്നില്ലല്ലോ. തിരിച്ച് ഇപ്പൊ കുറെ ചെറുപ്പകാലത്ത് ഞാൻ അങ്ങനെ കൊണ്ട് നടന്നു ഇതെല്ലാം പറഞ്ഞാൽ അത് കുറ്റബോധമായിട്ട് അവരിലത് നിൽക്കൂലേ? ചെറുപ്പത്തിൽ പറഞ്ഞാലും ചെയ്യുന്നതൊന്നും ഞാൻ തിരിച്ചു ചെയ്യുന്നില്ല എന്നുള്ളത്. അത് തീർച്ചയായിട്ടും പേരന്റിന്റെ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് അത് പ്രകടമാക്കുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു ഡോക്ടർ മനോഹർലാൽ സാർ അതേക്കുറിച്ച് ഒന്ന് സംസാരിക്കും. അതെന്താണ് ഇൻസെക്യൂർ അറ്റാച്ച്മെന്റിലാണ് ഇത് വരുന്നത്. ഇൻസെക്യൂർ ആയിട്ടുള്ള പാരന്റിങ്ങിൽ വരുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്. ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് കൊണ്ടാണ് അത് മിക്കവാറും ഉണ്ടാവുന്നത്. അതായത് ചിലപ്പോൾ ചില അബാൻഡ്മെന്റ് ഫിയർ ഉണ്ടാവാം, പല റീസൺസ് ഉണ്ടാവാം. കൺട്രോൾ നഷ്ടപ്പെടുന്നുള്ള ഒരു ഭയം ഉണ്ടാവാം. അത് കുട്ടിക്കാലം മുതൽ പഠിച്ച ഒരു കാര്യം ഉണ്ടാവും. കാരണം വെച്ചാൽ ഓവർ കെയറിങ്ങിൽ ചില ഈ കേസുകൾ ഇങ്ങനെ വരാറുണ്ട്.
ഓവർ കെയറിങ് ആയാൽ, വാശി പിടിച്ചാൽ എന്തും സാധിക്കും എന്നുള്ള ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കും. അതായത് കുട്ടി എന്തും വാശി പിടിക്കുമ്പോൾ ഒക്കെ ചെയ്തു കൊടുക്കും. ഒരു ലാളിച്ച് വളർത്തും. ഓവറായിട്ട് കെയർ ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലേ? അങ്ങനെ വരുമ്പോൾ സാധിക്കാത്ത സമയത്ത് അവരത് നമ്മളെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു ഉദ്ദേശിച്ച കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സൂയിസൈഡ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോഴല്ലേ ആ ബ്ലാക്ക് മെയിലിംഗ് വരുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥം അതാണോ ഉദ്ദേശിച്ചത്, പത്മ മേഡം? അത് അമ്മമാർ പാരന്റ്സും അങ്ങനെ ചെയ്യാ, അത് കുട്ടികളും ചെയ്യാ അല്ലേ? കുട്ടികളും ചെയ്യും, പാരന്റ്സും ചെയ്യും. പാരന്റ്സിനും ഉണ്ടാവും. അത് ഒരു തരം മാനസികമായ പ്രശ്നങ്ങളാണ്. അതായത് ഇതില് ഗിൽട്ട് ട്രാപ്പാണ്. ഗിൽട്ട് ട്രാപ്പിൽ വീഴുന്ന രീതിയിൽ ആ കുറ്റബോധത്തിൽ നിന്ന് വരുന്ന കാര്യമാണല്ലോ അത്, അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് പലപ്പോഴും അതുപോലെ അത് തന്നെ പിന്തുടരുന്നതുകൊണ്ട് പേരന്റിന്റെ ഇൻസെക്യൂരിറ്റിയും വരാൻ പാടില്ല സാറ്. പേരന്റിന്റെ ഇൻസെക്യൂരിറ്റി അതില് എവിടെയെന്ന് വെച്ചാല് ഞാനിങ്ങനെയൊക്കെ ചെയ്തു, നീ തിരിച്ചു ചെയ്യുന്നില്ല. പാരന്റ് ബ്ലാക്ക് മെയിൽ രണ്ട് ഇതിൽ വരും. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് രണ്ടിലും വരാം. കുട്ടിയുടെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാവാം, പാരന്റ്സിന് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അത് അവരുടെ ഒരു മാനസികാവസ്ഥ, ഇൻസെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ് അവിടെ വരുന്നതെന്നുള്ളതാണ് ഞാൻ ബൗണ്ടറി സെറ്റിംഗ്സ് അവിടെ ഇല്ലെങ്കിലാണ് അറിയാത്തത്, അല്ലേ? ബൗണ്ടറി ഫിക്സിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി വിട്ടു പോകുമ്പോഴാണ് ഈ ഇമോഷണൽ ബ്ലെയിമിംഗ് ഒക്കെ വരുന്നത്. നമുക്കിപ്പോ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും സിബ്ലിങ്സിനും ഗ്രാൻഡ് പാരൻസിനും ഒക്കെ ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു ഫാമിലി ബൗണ്ടറി. ആ ബൗണ്ടറി വിട്ട് നമ്മൾ ഏത് കാര്യം ചെയ്തിട്ടും ഇപ്പൊ സമയം ഓവർ കെയറിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പരിധിയിലധികം ദേഷ്യപ്പെടുന്നതാകാം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ റോള് ഗ്രാൻഡ് പാരൻസ് എടുക്കുന്നതാകാം. പിന്നെ മാനിപ്പുലേഷൻ, അഗ്രഷൻ കൊണ്ട് നേരിടും നമ്മൾ ചിലപ്പോൾ. അങ്ങനെ വരുമ്പോൾ അത് റെഗുലേഷൻ പ്ലസ് ബൗണ്ടറി, റെഗുലേഷൻ പ്ലസ് ബൗണ്ടറി കൊണ്ട് നേരിടാൻ നമ്മൾ പഠിച്ചിരിക്കണം. അഗ്രസീവായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റ രീതിയിലൊന്നും കാണാം. അതുകൊണ്ട് നമുക്ക് അവിടെ സെക്യൂർ അറ്റാച്ച്മെന്റ് ആണ് നമ്മളവിടെ ഉണ്ടാക്കേണ്ടത്. സെക്യൂർ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കണം. ക്ലിയർ എക്സ്പെക്ടേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും പല കാര്യങ്ങളിലും. പിന്നെ നമ്മളത് പറഞ്ഞ ഓപ്പൺ ഇമോഷണൽ ഡയലോഗ്, ഞാൻ സൂചിപ്പിച്ചമായി തന്നെ തുറന്ന രീതിയിൽ നമുക്ക് ഇപ്പോൾ സാറ് നേരത്തെ ക്ലാസ്സിലും പറഞ്ഞു, നമ്മൾ തുറന്ന രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കണം. ഈ ബ്ലാക്ക് മെയിലിംഗ് വളരെ രസമുള്ള ഒരു സബ്ജക്റ്റാണ് ഇമോഷണൽ. എനിക്ക് തോന്നുന്നത് റിഗ്രറ്റ് കൊണ്ടും അങ്ങനെ വരാൻ പാടില്ല. പേരന്റ് റിഗ്രറ്റ് കൊണ്ടും വരാം. കാരണം ഞാനത് ചെയ്യാത്തത് കൊണ്ടുള്ള ന്യായീകരണം കൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാം. പല രീതിയിലും വരാം, റിഗ്രറ്റ് വരാം. അത് ഇതിപ്പോ നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. ഇൻഡിവിജ്വൽ കേസിൽ എങ്ങനെയാന്നുള്ളത് എന്നൊക്കെ ആ ഒരു ആളുടെ അസസ്മെന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അയാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയാലാണ് എന്തുകൊണ്ട് അയാളെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗിലേക്ക് എത്തി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. അതിലിപ്പോ മാഡം പറഞ്ഞ പോലെ പാരന്റിങ്ങിന്റെ ഇഷ്യൂ ഉണ്ടാവും. പാരന്റിങ് എന്ത് കാര്യത്തിലും വരുമ്പോൾ പാരന്റിങ്ങിന്റെ ഇഷ്യൂയിലേക്ക് നമ്മൾ പോകുന്നത് പലപ്പോഴും കാണാം. നമുക്ക് ഡീപ്പർ ലെവലിൽ പോകുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അവിടുത്തെ ഇഷ്യൂസ് കൊണ്ടാണ് അൺസെക്യൂർഡ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ആയിരിക്കും, ആ ഒരു അന്തരീക്ഷത്തിൽ വളർന്നതായിരിക്കും. നേരെ പക്ഷേ ഇമോഷണൽ റെഗുലേഷൻ, അതായത് മാനസിക എന്താ പറയുക, വൈകാരിക പക്വത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വലിയൊരു കാര്യം ചെറുപ്പകാലം മുതൽ. അത് സാധിച്ചിട്ടില്ലെങ്കിൽ ഇതെല്ലാം വരാൻ സാധിക്കും. സുധോധനൻ ഡോക്ടർ, വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയൂ. ജോർജ് സാർ പോയോ? ജോർജ് സാർ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ജോസഫ് സാർ. അടുത്ത ആഴ്ച നമുക്ക് അടുത്ത സൺഡേ വേൾഡ് വിമൻസ് ഡേ ആണ്. അപ്പൊ അതുമായി വനിതാ പരിപാടിയാണ് അല്ലേ? ദിനമായതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ അല്ലേ നമുക്ക് വനിതാ ദിന പരിപാടിയായിട്ട് മാറ്റണം. നമ്മളെ വനിതകളൊക്കെ. റോയ് സാർ പറഞ്ഞില്ലല്ലോ സബ്ജക്റ്റോ? റോയ് സാറേ അല്ലെ, റോയ് സാർ പറഞ്ഞു. ജോസഫ് ജോൺ സാറിന്റെ ക്ലാസ് കോൺഷ്യസ് പേരന്റ് ഇൻ എക്സാം ടൈം എന്നാണ് പറഞ്ഞത്. എക്സാം ടൈമിലല്ല, ഏത് അവസരത്തിലും കോൺഷ്യസ് ആയിരിക്കേണ്ട കാര്യങ്ങളാണ് സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാനിത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ഇത് ഈ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. കാരണം പ്രശ്നങ്ങളുമായി വരുന്ന കുട്ടികളെ പെട്ടെന്ന് പ്രതികരിക്കാതെ
ആദ്യം ഒന്ന് സൈലന്റ് ആയി പോസ് കൊടുക്കും. ദെൻ എമ്പതൈസ്. കാരണം കുട്ടിയും പേരൻറ്റുമായിട്ട് എങ്ങനെയും ഒരു മിനിമം 10-20 വയസ്സിൻ്റെ എങ്കിലും ഡിഫറൻസ് കാണും. അപ്പോൾ വികാരപരമായി നമുക്കൊരു കൺട്രോൾ അതിനകത്ത് വരണം. അത് ഏത് സാഹചര്യത്തിലാണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ അത് എന്ന് നമുക്ക് എമോഷണലായിട്ട് ചിന്തിക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ശ്വാസം ഒന്ന് എടുത്ത് വിട്ട് ശേഷം പ്രതികരിക്കുക എന്ന് പറഞ്ഞ ഒരു ഭാഗം, അത് ഞാൻ വളരെ ഇതായിട്ട് കാണുകയും അത് പ്രാക്ടിക്കലായിട്ട് പല ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരുന്ന അവസരത്തിൽ. അത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പീറ്റർ എന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പോസ്, എംപതൈസ്, തിങ്ക്, എക്സോസ്റ്റ് ആൻഡ് ഇൻഹോസ്റ്റ്, ദെൻ റെസ്പോണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം വളരെ ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കോൺഷ്യസ് പേരൻറ്റിൻ്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിന് ഒരു ഗൈഡ് ലൈൻസ് ഞാൻ ഈ പറയുന്ന മാറ്റി വിവരാനിൽ തന്നെ കിട്ടിയ ഒരു കാര്യമാണ്. അത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് സാർ ഇത് ക്ലാസ്സൊക്കെ എടുത്തു എന്ന് ഓർത്തു. താങ്ക് യു സാർ. ഏതായാലും ഇത് വളരെ ഇതായിട്ട് ഓരോരുത്തരും ചിന്തിക്കത്തക്ക രീതിയിലുള്ള 9 കാര്യങ്ങൾ സാർ പറഞ്ഞു. അത് വളരെ യൂസ്ഫുൾ ആണ്. താങ്ക് യു സാർ. ഇത്രയൊക്കെ പറയുന്നു. ഡോക്ടർ സുധാകരൻ ഡോക്ടർ പറയും. സാർ ക്ലാസ് വളരെ സൗമ്യമായിരുന്നു. ഞാനത് ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. അത് പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ വിയോജിപ്പായിട്ട് എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ക്ലാസ്സിനോടല്ല, മറ്റേ ഈ കുറ്റവാളികളായിട്ട് നിൽക്കുന്ന പേരൻസ് അങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തി അവരെ വിചാരണ ചെയ്യുന്നത് പോലെ നമ്മൾ ഈ പേരൻസ് ഒന്നും ശരിയല്ല, ഇവരുടെ അപ്രോച്ച് കാരണമാണ് പിള്ളേരിങ്ങനെ ആകുന്നത്. പിള്ളേരിങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങനെ വേണം, ശ്വാസം എടുക്കണം, എമ്പതൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇരുന്നാൽ ഈ പേരൻസിൻ്റെ ഒരു മനോനില ആലോചിച്ച് നോക്കൂ. അവരെത്ര വിഷമിച്ചിട്ടും വെപ്രാളപ്പെട്ടും ഒക്കെയാണ് അവർ ഈ കുട്ടികൾ പരീക്ഷാകാലം അടുക്കും കുട്ടികളെക്കാളേറെ വേവലാതിയാണ് പേരൻസിന്. അല്ലാതെ അവർ ഡിറ്റാച്ച് ചെയ്ത് നിന്നോണം. അവര് ഈ ബുദ്ധപ്രതിമ പോലെ ഇരുന്നിട്ട് ഇവര് കുട്ടികൾ വരുമ്പോൾ നമ്മൾ സൗമ്യമായും ശാന്തമായും ഒക്കെ ഇരുന്ന് ഒരു പള്ളിയിൽ അച്ഛൻ്റെ ഭാവത്തിൽ അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിക്കുക. അങ്ങനൊന്നുമല്ല. നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓടിപ്പടച്ച് നമ്മുടെ കാര്യങ്ങൾ, ഇപ്പൊ ബോത്ത് പേരൻസും വർക്ക് ചെയ്യുന്ന ഒരു കാലമാണിത്. അമ്മയ്ക്കും അച്ഛനും ഒക്കെ ജോലി. അപ്പോൾ ഈ കുട്ടികൾ അതിൻ്റെ ഇടയിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിച്ചു കൊടുക്കാനുള്ള പങ്കപ്പാടിൽ ഓടിപ്പാഞ്ഞ് കേരളത്തിലെ അവസ്ഥ അറിയാമല്ലോ. അത് ഒരിക്കലും ഒരു വീട്ടിൽ നിന്ന് പോയിട്ട് അച്ഛനും അമ്മയ്ക്കും ജോലി ചെയ്യാൻ പറ്റുന്നത് വളരെ ചുരുക്കം ഭാഗ്യമുള്ളവർക്കേ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും എടുത്ത് ഈ 3 കൊല്ലം ആകുമ്പോൾ അങ്ങോട്ടെറിഞ്ഞ് ഇങ്ങോട്ടെറിഞ്ഞ് അവർ കിടന്ന് തത്രപ്പെടുന്നതിൻ്റെ ഇടയിലാണ് ഈ മക്കളുടെ പരീക്ഷയൊക്കെ വരുന്നത്. അപ്പോൾ മക്കളുടെ പരീക്ഷയൊക്കെ വരുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരാഴ്ച ലീവൊക്കെ എടുത്ത് കൂടെ നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ തൃശ്ശൂർ ജോലി ചെയ്യുന്ന പാലക്കാട്ടെ അമ്മയും കോയമ്പത്തൂർ ജോലി ചെയ്യുന്ന പാലക്കാട്ടെ അച്ഛനും പരീക്ഷ വരുമ്പോഴത്തേക്ക് ഒരു ലീവൊക്കെ എടുത്ത് അവിടെ ഇരിക്കുന്നത് മഹാപാതകമൊന്നും ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് അപ്പോഴാണ് ഈ ചേർത്ത് പിടിക്കലും അണച്ചു പിടിക്കലും. അവർ ഒരു 24 മണിക്കൂറിൽ 6 മണിക്കൂർ ഉറങ്ങി ബാക്കി സമയം മുഴുവൻ അവർ പഠിക്കുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒരു സാന്നിധ്യം അവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഈ പരീക്ഷയെ അങ്ങനെ നിർമ്മമരായിട്ട് കുട്ടികളങ്ങ് നേരിടാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം കിട്ടാനുള്ള ഒരു സാമൂഹ്യ സ്ഥിതി അല്ല നമുക്കുള്ളത്. ആ സമയത്തേക്ക് ഈ ഫോക്കസിങ് ഇത് നമ്മൾ ഒരു കല്യാണ ഒരുക്കം പോലെ ഒരുങ്ങിയിട്ട് അന്നത്തെ ചടങ്ങിന് ഇതാകുന്നത് പോലെ അപ്പോൾ ലീവൊക്കെ എടുക്കണമെന്നാണ്. കാരണം ഞാൻ ഈ 2 സ്കൂളുകളിലായിട്ട് ഏതാണ്ട് വലിയൊരു സംഘം കുട്ടികളുടെ പേരൻസും ഒക്കെ ആയിട്ട് ഇടപെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ തിയറി പ്രാക്ടിക്കലും തമ്മിൽ അങ്ങനെ ഒരു വലിയൊരു വ്യത്യാസം ഞാൻ കാണുന്നുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ. കാരണം പേരൻസ് വളരെ സ്ട്രെസ്ഡ് ആണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും സ്ട്രെസ്ഫുൾ ജോബ് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ പേരൻറ്റിൻ്റെ ജോലിയാണ്. കാരണം ഈ ഭയങ്കരമായ, കാരണം എവിടുന്നും മാതൃകകളില്ലാത്ത ഒരു നമ്മൾ തന്നെ സ്വയം മാതൃകകളായിട്ട് മാറുന്ന ഒരു അവസ്ഥയിൽ കുഞ്ഞുങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എക്സാം കാലത്ത് ഏറ്റവും ഏതെങ്കിലും ഭരണാധികാരി തിരുത്തേണ്ട ഒന്നാണ്. കാരണം കാലാവസ്ഥ അനുകൂലമല്ല, ഉത്സവകാലം, ഭയങ്കരമായ ചൂട്, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് ഈ പരീക്ഷകളൊക്കെ വന്നിടിച്ച് കയറുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ ഗൾഫ് യുദ്ധവും
എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് കുട്ടികൾ ഈ യുദ്ധത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചർച്ച ചെയ്യുകയും പരീക്ഷ മാറ്റി വെക്കുകയാണോ, നമ്മുടെ പരീക്ഷ നടക്കുമോ, അതോ ഗൾഫ് പരീക്ഷയുടെ ഒപ്പം പോവോ എന്നൊക്കെ നമ്മൾ വേവലാതിപ്പെടുന്ന പോലെ കുട്ടികളും വേവലാതിപ്പെടും. പേരൻസിന് അതിൻ്റെ അപ്പുറത്തെ വേവലാതിയല്ലേ. അപ്പോൾ അധ്യാപകരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അവരുടെ തൊഴിലാണത്. പിന്നെ മറ്റൊന്ന് SSLCയുടെ കാര്യം തന്നെ എടുത്താൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് ഉണ്ട്. അതിൽ തന്നെ എയ്ഡഡ് ഉണ്ട്, അൺഎയ്ഡഡ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ സർക്കാർ സ്കൂളുണ്ട്, CBSE ഉണ്ട്, ICSE ഉണ്ട്, CBSE തന്നെ കേന്ദ്രീയ വിദ്യാലയമുണ്ട്, നവോദയുണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ ഒരു പരീക്ഷയ്ക്ക് എല്ലാ 4 വശത്തുനിന്ന് ചപ്പിന് തീ പിടിച്ചു വരുന്നത് പോലെ ആണ് ഈ പരീക്ഷാകാലത്ത് ഉള്ള ഒരു അവസ്ഥ. അപ്പോൾ അത് രക്ഷിതാക്കൾക്ക് കുറെ കൂടെ സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന ഒരു ക്ലാസ് സാറ് തരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം രക്ഷിതാക്കളെ ഇങ്ങനെ വിചാരണ ചെയ്തിട്ട് എല്ലാവരുടെ കുറ്റമാണ് ഈ പിള്ളേർ എന്ന് പറഞ്ഞ് പോവല്ലേ. കാരണം അത് ഇവരുടെ സങ്കടവും ഇവരുടെ ആങ്സൈറ്റിയും ഒക്കെ ആണ് ഈ പടിയട എന്ന് പറയുന്ന അവർ വേറെ പണിയില്ലാത്തതുകൊണ്ടല്ല, അവർക്കതേ അറിയൂ. അപ്പോൾ അത് അവര് മനഃശാസ്ത്രപരമായിട്ട് കുഞ്ഞുങ്ങളെ ഇരുത്തി കൈകാര്യം ചെയ്യാൻ, കാരണം അവർ ഓഫീസിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ബാക്കി എല്ലാത്തിൻ്റെ ഇടയിലാണ് ഈ കുഞ്ഞുങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് രക്ഷിതാക്കളുടെ സ്ട്രെസ് ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അത് ഈ രക്ഷിതാക്കൾ എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് രക്ഷിതാക്കൾ കുറച്ച് അവരെ സാക്രിഫൈസ് ചെയ്യുന്നത് തെറ്റൊന്നും ഇല്ല എന്നാണ് സാർ എൻ്റെ അഭിപ്രായം. ഒന്ന് ലീവ് എടുക്കട്ടെ, അമ്മയൊക്കെ ലീവ് എടുത്ത് നിൽക്കുകയും കൃത്യമായിട്ട് കുഞ്ഞിനെ പരീക്ഷയ്ക്ക് അയക്കുകയും വൈകുന്നേരം തിരിച്ചു വരുമ്പോഴത്തേക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് വലിയൊരു ഇമോഷണൽ റിലയൻസ്, അവരൊരു ആശ്രയം, അമ്മ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലീവ് എടുക്കുന്നു എന്ന് തന്നെ പറയുമ്പോഴത്തേക്ക് കുട്ടിക്ക് സ്ട്രെസ് അല്ല തോന്നുന്നത്. വീട് ഒരുങ്ങുന്നു പരീക്ഷയ്ക്ക് വേണ്ടി, കുടുംബം ഒരുങ്ങുന്നു, വീട് ഒരുങ്ങുന്നു, എൻ്റെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നു, എന്താ അമ്മ ലീവ് എടുത്ത് കൂടെ ഇരിക്കുന്നു, എൻ്റെ കാര്യം നോക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ഉണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ അങ്ങ് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുകയും കുട്ടിയെ സ്വതന്ത്രനായിട്ട് ആകാശത്ത് പറത്തി വിട്ട് അത് ലക്ഷ്യത്തിൽ എത്തിയിട്ട് കാര്യങ്ങൾ നേടി വരുമെന്നൊന്നും വിചാരിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സാർ. ഞാൻ വിമർശനമല്ല പറഞ്ഞു, എൻ്റെ ഒരു സാറ് മുഴുവൻ കേട്ടില്ല എന്ന് തോന്നുന്നു ക്ലാസ്. ഞാൻ പറഞ്ഞത് ഇന്റൻഷണൽ പ്രസൻസ് വേണമെന്ന് തന്നെയാണ്. നമ്മുടെ ബോധപൂർവമായ പ്രസൻസ് വേണം. അതുപോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പേരന്റും കുട്ടിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കുട്ടിക്ക് ഈ പറയുന്ന ഇമോഷണൽ ട്രിഗർ അങ്ങനെയുള്ള സർക്കംസ്റ്റൻസിനെ കുറിച്ച് അത്ര ബോധം ഉണ്ടാവില്ല. പക്ഷെ പേരന്റിന് അവെയർ ആയിരിക്കണം. പേരന്റിന് സെൽഫ് അവെയർനെസ് വേണം. ട്രിഗർ ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് എന്താണ് ഇൻഫ്ലുവൻസസ് ഒക്കെ ഉണ്ടല്ലോ, അത് പേരന്റിന് അറിയാമല്ലോ. പേരന്റ് ബോധപൂർവം ഇവർക്ക് ഇന്റൻഷണൽ പ്രസൻസ് കൊടുക്കണമെന്നും രണ്ടുപേരും അവരവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണമെന്നും പേരന്റിന്റെ ഹെൽത്ത് പോലും കെയർ ചെയ്യണമെന്നും ഒക്കെയാണ് ഈ കോൺഷ്യസ് പേരന്റിങ്ങിൽ പറയുന്നത്. ഞാൻ ആദ്യ ഭാഗം കേട്ടില്ല സാർ, ഇത്തിരി വൈകി. എനിക്ക് തോന്നി സാർ മുഴുവൻ എനിക്കത് മിസ് ചെയ്തു, കേട്ടില്ല. ആദ്യത്തെ ഭാഗം മിസ് ചെയ്തു പോയിരുന്നു സാർ, അതുകൊണ്ടാണ്. എനിക്ക് ജോസഫ് സാറ് എന്ന് പറയുന്ന കുട്ടി പറഞ്ഞ പകുതി കാര്യങ്ങളും കേൾക്കാത്ത ഒരു പേരന്റിനെ പോലെ ആയിപ്പോയി. അതെ അതെ, ഞാൻ ആദ്യത്തെ 15 മിനിറ്റ് എനിക്ക് മിസ്സായി. അതിലൊരു സാറ് പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. അതില് സ്നേഹവും കെയറിങ്ങും ഒക്കെ വേണം. പക്ഷെ സ്നേഹവും ഭയവും കൂടി ഒരുമിച്ചാൽ അത് ഓവർ പ്രൊട്ടക്ഷൻ ഒക്കെ മാറും. നെഗറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ വരിക, അവിടെ ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്യുക, നമ്മളെന്താ വെച്ചാൽ ഹാർഷ് റിമൈൻഡേഴ്സ് വരിക, കമ്പാരിസൺ വരിക, ഇതൊക്കെയാണ് സാറിന്റെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അതിന് പകരം നമ്മളെ ഇവിടെ ഉദ്ദേശിച്ചത് കാം മോണിറ്ററിങ് ആയിരിക്കും. ഇവിടെയാണ് നമ്മള് പിന്നെ അച്ഛനും അമ്മയും ശ്രദ്ധിക്കേണ്ടെന്നല്ല പറഞ്ഞത്, ഓവറായിട്ട് കൺസേൺ ആവുന്നത് എല്ലാ കാര്യത്തിനും. അവിടെയാണ് നമുക്കുള്ള പ്രയാസം ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മളെ ഈ കൗൺസിലിംഗ് എഴുതുമ്പോൾ ആൾക്കാർ കുട്ടികൾ പറയുന്നത്, എന്തിനാണ് എന്റെ കഴിവിനെ വില വെക്കുന്നേ ഇല്ല, ഞാൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്, ഞാൻ A+ വാങ്ങിയതാ, ഇപ്പൊ എന്നോട് പറയാം അതിൽ കൺസേൺ ആണ്, അതിലേക്ക് 100% മാർക്ക് വാങ്ങാൻ പറ്റും. ഓവറായിട്ടുള്ള സ്നേഹം അവനെ അംഗീകരിച്ച് അവനെ പ്രോത്സാഹിപ്പിക്കും കൂടി വേണ്ടേ എന്നുള്ളതാണ് ഒരു ചോദ്യം. നമ്മൾ ഒരു പ്രാവശ്യം പഠിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് 4 പ്രാവശ്യം അവനെ ചേർത്ത് നിർത്തണമെന്ന് ഞാൻ പറഞ്ഞു. ഒരു പ്രാവശ്യം പഠിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് 4 പ്രാവശ്യം അവനെ ചേർത്ത് നിർത്താനുള്ള എന്താണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള നമ്മുടെ ടച്ച് കോണ്ടാക്ട്സ് കൊടുക്കണം. ഹഗ് അല്ലെങ്കിൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഷെയറിങ് ഇങ്ങനെയുള്ളത് കൊടുക്കണമെന്ന് പറഞ്ഞു. പഠിക്കണം എന്ന് പറഞ്ഞതിനോട് അതിനേക്കാളും കൂടുതൽ കണക്ഷൻ കൊടുക്കണം.
കുട്ടിയുടെ നന്മയ്ക്കാണോ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കുട്ടിയുടെ ഈ നന്മയ്ക്ക് വേണ്ടിയല്ല പ്രതികരണമായി അല്ലേ? മാതാപിതാക്കളെ ട്രെയിൻ ചെയ്യണം. ഒരു ആ പരീക്ഷയ്ക്കും തോറ്റേച്ച് അതാണ് വരാമെന്ന് കഴിഞ്ഞ ദിവസം ചോദിക്കാവുന്ന ഒരു രീതിയിൽ മാതാപിതാക്കളെ ട്രെയിൻ ക്ലാസ്സിൽ ചെയ്യും. പറഞ്ഞിരുന്നല്ലോ, മാതാപിതാക്കൾക്കാണ് അല്ലെ ടീച്ചേഴ്സിനാണ് നമ്മള് ഇത് കൊടുക്കേണ്ടത്, ക്ലാസ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. ഇപ്പൊ ഉള്ള ഒരു കുഴപ്പം എന്ന് വെച്ചാല് പേരൻസിന്റെ സ്ട്രെസ് കാണുമ്പോഴത്തേക്ക് കുട്ടി പഠിച്ചത് കൂടെ മറന്നു പോകും. അവിടെയാണ് അതാണ് സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് കുട്ടിയിലേക്ക്. സ്ട്രെസ് ഉറപ്പായിട്ടും ആയിരിക്കും, കാമായിരിക്കും, അത് 100% ശരിയാണ്. അത് 100% ട്രിഗറിങ് ആണ്. ഒരു പരീക്ഷയ്ക്കെങ്കിലേ തോറ്റേച്ച് വരാമോ എന്ന് ചോദിക്കുന്ന പേരൻസിന്റെ കോൺഫിഡൻസ് വേണം. അതാണ് നീ തോറ്റോളൂ എന്ന് പറയണോ? തോൽക്കാണ് തോറ്റോട്ടെ, തോറ്റിട്ട് വാ നമുക്ക് ശരിയാക്കാം എന്ന് പറയണം. ജോർജ് സാറേ തോൽവിയിലൂടെ എങ്ങനെയാ? ജയിക്കണം. നമുക്ക് അടിച്ചു പൊളിക്കാതല്ലേ, നമുക്ക് അടിച്ചു തോറ്റിട്ട് വേണം. ജോർജ് സാർ, ഇന്നലെ പറയാം, അല്ലേ തോറ്റിട്ട് വാ, ആഘോഷമാക്കണം. ഇനിയും പഠിക്കാമല്ലോ എന്ന്. കൂടുതൽ പഠിക്കാം, 2 വർഷം പഠിക്കാമല്ലോ. പരീക്ഷയെ സ്നേഹിക്കുക അല്ലെ, എന്താണ് പറഞ്ഞ ക്ലാസ് അന്നല്ല ക്ലാസ് ആയി. ജോർജ് സാറേ എന്നാ പറഞ്ഞു? താങ്ക് യു സർ, താങ്ക് യു. താമസിച്ച് വരുന്ന കുട്ടികൾക്ക് പണിഷ്മെന്റ് തരും കേട്ടോ. ജോസഫ് ജോൺ സർ, സാർ ഒരു വലിയ പരീക്ഷ തന്നെ എഴുതിയെന്ന് ഇപ്പൊ ഓർമ്മയായി. തയ്യാറെടുപ്പ് പൂർണ്ണമായിരുന്നു, അതുറപ്പാ. അതാ ഈ 9 മണി വരെ നീണ്ടുപോയ ചർച്ചയ്ക്കിടയാക്കിയത്. അതും അത് ഗംഭീരമായി. പക്ഷെ സാറേ, ഞാൻ ഇതേപ്പറ്റി ഇങ്ങനെ വിലയിരുത്തുക കേട്ടോ. ഈ മഴക്കാലം വരുമ്പോ നമ്മുടെ മൺസൂൺ ടൈമില് ഈ പുഴയോരത്ത് താമസിക്കുന്നവർ, മലയോര മേഖലയിൽ താമസിക്കുന്നവരുടെ ചങ്കിടിപ്പ് കൂടുക എന്ന് പറഞ്ഞതുപോലെ പരീക്ഷക്കാലം വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ ആരുടെ പോരായ്മയാണെന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ഗ്രൂപ്പിൽ ആരും SSLCക്ക് അല്ലെങ്കിൽ +2 എൻ്റെ മക്കളുണ്ട്, എൻ്റെ സിറ്റുവേഷൻ ഇതാന്ന് പറയുന്നവരാരുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ ഒരു അവസരം ഇല്ലാതെ പോവാം. പക്ഷെ ഈ മാർഗനിർദ്ദേശക തത്വങ്ങളെല്ലാം അബ്സല്യൂട്ട്ലി കറക്റ്റ്. നമ്മൾ ഒത്തിരി ക്ലാസ്സുകളിലൂടെ കേട്ടിട്ടുണ്ട്, വായിച്ചു പഠിച്ചിട്ടുണ്ട്, മറ്റേ ബുക്കുകളിലും കോളേജിലും ഒക്കെ പഠിച്ചിരിക്കുന്നു. വാസ്തവത്തില് എമ്പതി വേണം കുട്ടികളോട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പേരൻസിനോട് എമ്പതി വേണ്ടേ? അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്. ഒത്തിരി വീടുകളിലും ഇപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞത് വളരെ ഹെൽത്തി സിറ്റുവേഷൻ ഉള്ള ഫാമിലിയിലും ഒക്കെ ഓക്കെയാണ്. ഒത്തിരി ഫാമിലിയിലും ഇപ്പൊ ഡോക്ടർ സുധൻ സാറ് പറഞ്ഞ പോലെ പേരൻസ് ഒരുമിച്ചുണ്ടെങ്കിൽ തന്നെ രണ്ടായിരിക്കുന്നവരെക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുള്ളയിടമുണ്ട്. ഇതിനിടയിലാണ് ഈ ഒരു പ്രതികാരം പോലെയൊക്കെ മക്കളോട് പെരുമാറുന്ന എത്രയോ പേരൻസ് ഉണ്ടെന്ന് അറിയാവോ? കാരണം പങ്കാളിയോടുള്ള വിരോധം അടിച്ചു തീർക്കാനോ ഒതുക്കി തീർക്കാനോ വൈരാഗ്യത്തോടെ ഇവൻ നശിക്കണമെന്ന് വരെ. കാരണം പ്രതികാരം അങ്ങനെ നേരിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പരോക്ഷമായി പ്രവർത്തിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. കുട്ടിക്ക് ഈ അന്തരീക്ഷത്തില് ഒരിക്കലും പഠിക്കാൻ പറ്റൂല. പേരൻസിന്റെ ആ പ്രൊട്ടക്ഷൻ അത് കിട്ടുന്നിടത്ത് ഓക്കെ, എല്ലാവരും അതാണ്. അങ്ങനെ ഒരു ഗൈഡ് ലൈൻ എല്ലാ മേഖലയിലും അനുകൂല സാഹചര്യങ്ങൾ കിട്ടുന്ന ഒരു ഭാഗ്യവാന്മാർ, അതേ പറയാറുള്ളൂ. അത് പേരൻസ് ആണേലും അതെ, കുട്ടികളും ആണേലും. പറയാതെ വയ്യ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടം വളരെ സ്ട്രഗിളിങ് പീരീഡാണ് എല്ലാവർക്കും. കടന്നു പോകുന്നവരൊക്കെ ഭാഗ്യവാന്മാർ, അതേ പറയാറുള്ളൂ. ഓക്കെ, ഞാൻ അതൊന്നും നീട്ടി പറയുന്നില്ല, ഒത്തിരി സമയം ഞാനിതിങ്ങനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുമായിരുന്നു. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. എന്തിനോടൊക്കെയാണ് മത്സരിക്കേണ്ടത് നമുക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അല്ലേ? ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് മത്സരിക്കണം, സോഷ്യൽ മീഡിയ, ഗ്ലോബലായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ മുന്നിലേക്ക് വരുന്നത്. കുറെ ജോലികൾ ഒഴിവാകുന്നതാണ്. ഏത് രംഗത്തേക്ക് തിരിഞ്ഞാലും പേരൻസിനുണ്ട് പ്രശ്നങ്ങള്, കുട്ടികൾക്കുണ്ട്. അതാണ് നമ്മുടെ ഒരു പോയിന്റ്, മ്യൂച്വാലിറ്റി എന്ന് പറഞ്ഞത്, പാരസ്പര്യം. കുട്ടിയും ഇമ്പോർട്ടന്റ് ആണ്, ആസ് വെൽ ആസ് പേരന്റും ഇമ്പോർട്ടന്റ് ആണ്. രണ്ടുപേരും ഇമ്പോർട്ടന്റ് ആണ്. അല്ല, പാരന്റ്സിന്റെ കാര്യം കഷ്ടമാണ്. ഡോക്ടർ സുധാൻ സാർ പറഞ്ഞത് കോൺഷ്യസ് പേരന്റിംഗിൽ ഈ പോയിന്റ് ഒക്കെ വരുന്നുണ്ട്, മ്യൂച്വാലിറ്റി എന്നുള്ള പോയിന്റ് അതാണ്. നമുക്ക് ഓക്കെ സർ, താങ്ക് യു.